നമസ്കാരം. ഡസൻ റൈസ് അബീഗലിന് വേണ്ടി ഓസ്ലോണിനെയും ഗ്രഹാം തോർപ്പിനെയും അതുപോലെ തിയോഡർ ക്രെയിനെയും മാറ്റിവെച്ചപ്പോൾ ആ മൂന്നംഗ ടീം നിശബ്ദരായി തലകുനിച്ച് നിൽക്കുകയാണ്. റൊണാൾഡ് റൈറ്റ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഹാമേരുവായിരുന്നു. ആ റൊണാൾഡ് റൈറ്റ്സ് ആണ് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അവിടെ ഇല്ലാതായത്. റൊണാൾഡ് റൈറ്റ്സിനെ സംരക്ഷിക്കാനെത്തിയ മാർഷൽ ലാബോർഡിലെ ഡെറിക് മാൽക്കവും കൂട്ടരും ഓടിയ വഴിയിൽ പുല്ലുപോലും കുരുത്തിട്ടില്ലെന്ന് പറഞ്ഞ് അതാണ് ശരി. ശരിക്കും ആ ടീം ഭയന്നോടുകയായിരുന്നു. ഡസിനൊപ്പം നിൽക്കുന്ന ഗ്രിഗറി ജോൺസിന്റെ പ്രഭാവത്തെക്കുറിച്ച് ആ മൂന്നംഗ ടീമിന് നന്നായിട്ട് അറിയാം. ആ മൂന്നംഗ ടീം തലകുനിച്ച് നിൽക്കുന്ന കണ്ടതും ഡസൻ തല അറ്റി കിടക്കുന്ന റൊണാൾഡ് റൈറ്റ്സിന്റെ ബോഡിയുടെ അടുത്തേക്ക് വന്നു. ഡസൻ കുനിഞ്ഞ് ആ ബോഡി ഒന്ന് പരിശോധിച്ചു. കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഡസ്റ്റിൻ ആ രത്നം വലിച്ചെടുത്തു. ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറയിൽ നിന്ന് അബീഗൽ എടുത്ത അതേ സെലസ്റ്റിയൽ പേൾ ഇതാ റൊണാൾഡ് റൈറ്റ്സിന്റെ കോട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് ഡസൻ കയ്യിലെടുത്തു. ഡസന്റെ കയ്യിൽ ആ സ്വർണ്ണ നിറത്തിലെ ആ രത്നം കടന്നു വരുമ്പോൾ ശരിക്കൊരു പ്രകാശം ഡസിന് ചുറ്റും ഉണ്ടായി. ആ പ്രകാശം റിങ്ങിന് ചുറ്റും ഈ രംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ കണ്ടു. സകലരും അത്ഭുതത്തോടെ ഡസിന്റെ പുറത്തടിച്ച ആ പ്രകാശത്തെ ഒന്ന് നോക്കുകയാണ്. എങ്ങനെയാണ് ആ പ്രകാശം വന്നതെന്ന് അവർക്കറിയത്തില്ല. ഡസൻ റൈസ് ആ സെലസ്റ്റിയൽ ഗോൾഡ് അയാളുടെ കോട്ടിനകത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അബീഗലിന് കൊടുക്കാനുള്ളതാണത്. ഡസൻ ഗ്രിഗറി ജോൺസിനൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ വിരണ്ട് വിളറി വെളുത്ത് നിൽക്കുകയാണ് ആഷർ റൈറ്റ്സ്. ആഷർ റൈറ്റ്സിനെ നോക്കി ഡസൻ അയാളോട് പറഞ്ഞു, നിന്റെ മകൻ തെറ്റ് ചെയ്തതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ശരിക്കും അവിശ്വസനീയമായ ഒരു പ്രഷർ ആഷർ റൈറ്റ്സിന് മുകളിൽ അനുഭവപ്പെടുകയാണ്. ആഷർ റൈറ്റ്സ് ഡസനെ ഭയത്തോട് നോക്കിയതും ഡസൻ അയാളോട് പറഞ്ഞു, ഇനി റൈറ്റ്സ് കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ അവരെ ഞാൻ തീർക്കാൻ ഇടവരുത്തുന്നോ അതോ നീ സ്വയം അവസാനിക്കുന്നു? ഡസന്റെ ആ ചോദ്യം കേട്ടതും ആഷർ റൈറ്റ്സ് അടുത്ത് നിൽക്കുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് ഒരു കത്തി പിടിച്ചു വാങ്ങി അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞങ്ങ് കുത്തി. കുത്തേറ്റ അയാൾ നേരെ മുന്നിലേക്ക് കമഴ്ന്നു വീണു. റെയ്ഡ് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇനി ഒരാളും തന്നെ തിരക്കി വരാൻ പാടില്ല എന്ന് ഡസൻ നിശ്ചയിച്ചതുകൊണ്ടാണ് ആഷർ റൈറ്റ്സിനെ അവസാനിപ്പിക്കാൻ ഡസൻ ഒരു ഉപാധി കണ്ടത്. ആഷർ പിടഞ്ഞു വീണ കണ്ടതും ഡസനും ഗ്രിഗറിയും കൂടി അവിടുന്ന് താഴേക്ക് നടന്നു. അവര് താഴേക്ക് നടക്കുമ്പോൾ ആ മാർഷൽ ആർട്സ് ഫൈറ്റ് കാണാനായി വന്ന ആളുകൾ രണ്ട് ഭാഗത്തേക്ക് വഴിമാറുകയാണ്. ശരിക്കും കടല് പിളർന്ന് രണ്ടായി മാറുന്നതുപോലെ ആ ജനസഞ്ചയം രണ്ട് ഭാഗത്തേക്ക് മുണ്ടക്കി. മാർഷൽ ആർട്സ് തലവനായ റൊണാൾഡ് റൈറ്റ്സിനെ ഇതാ വകവരുത്തിയിരിക്കുന്ന പുതിയ അവതാരം അവർക്കിടയിലൂടെ വരികയാണ്. ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 26-ാമത്തെ വയസ്സിൽ ബെലാർമോ മാർഷൽ ആർട്സിന്റെ തലവനാകാൻ കിട്ടിയ അവസരം ഡസൻ റൈസ് വേണ്ടെന്ന് വെച്ചത് മോശമായി പോയി എന്ന അഭിപ്രായം പറയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അതിന് മറുപടി പറഞ്ഞത് സെലീനയാണ്. സെലീന കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഒരു പൊസിഷൻ വേണ്ട എന്ന് വെക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാൾ മഹാനാകുന്നത്. ഇവിടെ ഡസൻ റൈസ് സത്യത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ബെലാർമോ മാർഷൽ ആർട്സിന്റെ തലവനാകാൻ വേണ്ടി വൃത്തികെട്ട കളികൾ ഒരുപാട് കളിച്ചതാണ് റൊണാൾഡ് റൈറ്റ്സ്. ആ തലവന്റെ പോസ്റ്റിൽ തന്നെ അങ്ങനെ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഒരുപാട് അണ്ടർഹാൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത്. അതേ പൊസിഷൻ ഇതാ കയ്യിലേക്ക് വന്നിട്ട് വേണ്ടെന്ന് പറയുകയാണ് ഡസൻ റൈസ്. രണ്ട് ആളുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡസനും കോർലിയസും ഗ്രിഗറി ജോൺസും കൂടി നടന്ന് അവരുടെ കാറ് കിടക്കുന്ന ഭാഗത്തെത്തി. കോർലിയസ് ആണ് വാഹനം ഓടിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കോർലിയസ് കയറിയതും ഡസൻ റൈസിനോടായി ഗ്രിഗറി ജോൺസ് പറഞ്ഞു, ഹേയ് ഡസൻ, ഞാൻ സമയത്ത് ഇടപെട്ടത് കൊണ്ട് നീ രക്ഷപ്പെട്ടല്ലേ? ഹേയ് കുടിയ, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഏയ് ഡസൻ, നീ റൈസ് കുടുംബത്തിന്റെ ആ രഹസ്യ മെക്കാനിസം ഉപയോഗിച്ചത് ഞാൻ കണ്ടില്ലെന്നാണോ നീ വിചാരിച്ചത്? ഡസ്റ്റിന് റൊണാൾഡിനെ നേരിടുന്ന നിമിഷത്തിൽ റൊണാൾഡിന്റെ പവറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. റൊണാൾഡിന്റെ പവറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി റൈസ് കുടുംബം ഡെവലപ്പ് ചെയ്തിരുന്ന ആ രഹസ്യ സിസ്റ്റം ഡസൻ ഒന്ന് ഫോളോ ചെയ്തു. റൊണാൾഡ് ആകാശത്തേക്ക് ചാടി ഉയർന്ന നിമിഷത്തിൽ ഡസൻ രണ്ട് സിൽവർ നീഡിലുകൾ ഡസന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കിയിരുന്നു. ആ നീഡിലുകൾ കൃത്യം ചില പോയിന്റുകളെ ലക്ഷ്യമാക്കിയാണ് ഡസൻ തറച്ചു കയറ്റിയത്. ആ പോയിന്റുകളിൽ ആ സിൽവർ നീഡിൽ സ്പർശിക്കുന്ന നിമിഷം മുതൽ ഡസന്റെ ശരീരത്തിലേക്ക് ഒരു വല്ലാത്ത ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജമാണ് ഡസ്റ്റിനെ യഥാർത്ഥത്തിൽ റൊണാൾഡ് റൈറ്റ്സിനെ തോൽപ്പിക്കാൻ സഹായിച്ച കാര്യം. ആ കാര്യമാണ് ഇവിടെ ഗ്രിഗറി ജോൺസ് ഡസ്റ്റിനോട് സൂചിപ്പിച്ചത്. ഗ്രിഗറി പറഞ്ഞ കാര്യം കേട്ടതും ഡസൻ ഗ്രിഗറിയോട് പറഞ്ഞു, ഹേ കുടിയ, നിങ്ങൾ അതും കണ്ടു അല്ലേ? ഗ്രിഗറി ജോൺസ് അല്ലാതെ വേറെ ഒരാളും തന്നെ ഡസൻ ആ സൂചികൾ കുത്തിക്കയറ്റിയത് കണ്ടിട്ടില്ല. എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്ന റൊണാൾഡ് റൈറ്റ്സിലും അയാളുടെ വാളിൽ നിന്ന് റിങ്ങിലേക്ക് പതിച്ച ആ പ്രകാശത്തിലുമായിരുന്നു. ആ നിമിഷത്തിലാണ് ഡസൻ സിൽവർ നീഡിലുകൾ അയാളുടെ കഴുത്തിലേക്ക് കുത്തി ഇറക്കിയത്. ആ കാഴ്ച അതുകൊണ്ടാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത്.
പക്ഷേ എന്നിട്ടും ഗ്രിഗറി അത് കണ്ടെത്തിയിരിക്കുന്നു. ഗ്രിഗറി പറഞ്ഞത് കേട്ട് ചിരിച്ച ഡസ്റ്റിൻ ആ സിൽവർ നീഡിലിൽ സാവധാനം വലിച്ചൂരി. ആ സിൽവർ നീഡിലുകൾ വലിച്ചൂരിയതും ഡസ്റ്റിൻ ഒന്ന് വിറച്ചു തുടങ്ങി. ശരിക്കും ഡസ്റ്റിന് ആ സിൽവർ നീഡിലുകൾ വഴിയുള്ള അധിക ഊർജം ഒരു പ്രശ്നമാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം മാത്രമേ ഡസ്റ്റിന് ആ അധിക ഊർജത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അധിക ഊർജം ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഏതൊരാളും അധിക സമയം പിടിച്ചു നിൽക്കത്തില്ല. ഡസ്റ്റിനും ഏതാനും മിനിറ്റുകളോട് കഴിയുന്നെങ്കിൽ വീണു പോയനെ. അതിനു മുമ്പ് ഗ്രിഗറി ഇടപെടുകയായിരുന്നു എന്നാണ് ഗ്രിഗറി പറഞ്ഞതിന്റെ അർത്ഥം. തളർന്നുപോയ ഡസ്റ്റിൻ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറാൻ പോയതും ഗ്രിഗറി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ തൽക്കാലം നിന്നെ വിട്ട് യാത്രയാവുകയാണ്. കുടിയ എന്തായി പറയുന്നത്? ഡസ്റ്റിൻ, എനിക്ക് സ്റ്റോണിയിലേക്ക് പോകണം. ഗ്രിഗറി, നിങ്ങൾ ഈ സ്റ്റോണിയിലേക്ക് പോയാൽ അത് പ്രശ്നമാവില്ലേ? നിങ്ങൾ അവിടെ എല്ലാവരും തിരിച്ചറിയില്ലേ? ഡസ്റ്റിൻ, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് പോകാതെ നിർവാഹമില്ല. ഗ്രിഗറി ജോൺസിന്റെ ആ അകാല വാർദ്ധക്യത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആ നിമിഷം മുതൽ ഡസ്റ്റിന് ആ കാര്യം അറിയാം. ഏത് നിമിഷത്തിലും ഗ്രിഗറി തന്നെ വിട്ടുപോകും എന്നുള്ള കാര്യം അതിതാ സംഭവിക്കാൻ പോവുകയാണ്. ഡസ്റ്റിനോട് യാത്ര പറയും പോലെയാണ് ഗ്രിഗറി സംസാരിച്ചത്. ഡസ്റ്റിൻ ഗ്രിഗറിയോട് ചോദിച്ചു, അല്ല, എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ഡസ്റ്റിൻ, അരമണിക്കൂർ കഴിയുമ്പോൾ മിൽസ്ബർഗിൽ നിന്ന് സ്റ്റോണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ അതിൽ പോകാന്നാണ് കരുതുന്നത്. അങ്ങനെ ഗ്രിഗറി പറഞ്ഞതും ഡസ്റ്റിന് ശരിക്കൊരു വിഷമം തോന്നുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കൊരു ജീവൻ മരണ പോരാട്ടം സ്റ്റോണിയിൽ നടന്നപ്പോൾ ഡസ്റ്റിന്റെ കൂടെ നിന്ന കക്ഷിയാണ് ഗ്രിഗറി. ഗ്രിഗറി ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഡസ്റ്റിനെ അവിടെ നിന്ന് രക്ഷിച്ച് സ്വിൻഡനിലേക്ക് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ 10 വർഷവും ഡസ്റ്റിനും ഗ്രിഗറിയും ഏതാണ്ട് ഒടുവിൽ കഴിയുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഡസ്റ്റിൻ പഠിച്ച മെഡിസിൻ സംബന്ധമായ കാര്യങ്ങളിൽ പകുതിയും ഗ്രിഗറി ജോൺസ് ഡസ്റ്റിന് പകർന്നു കൊടുത്തതാണ്. ഗ്രിഗറി ഒരു അസാധ്യ ഡോക്ടറാണ് എന്നതാണ് സത്യം. ഗ്രിഗറിക്ക് അറിഞ്ഞുകൂടാത്ത മരുന്നുകളില്ല, ഗ്രിഗറിക്ക് അറിഞ്ഞുകൂടാത്ത പ്രാക്ടീസുമില്ല. ഗ്രിഗറിയിൽ നിന്നാണ് ഡസ്റ്റിൻ യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ആ ഗ്രിഗറിയാണ് ഇതാ തന്നെ വിട്ടു പോകുന്നത്. ശരിക്കും സങ്കടം ഡസ്റ്റിന്റെ മുഖത്തുണ്ട്. ഡസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് കാറിന്റെ ഡോർ അടയ്ക്കാൻ ശ്രമിച്ച ഗ്രിഗറി പെട്ടെന്ന് എന്താ ആലോചിച്ചതുപോലെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഒരു കാര്യമുണ്ടേ. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രിഗറി അയാളുടെ ബാഗിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ഡപ്പി പുറത്തെടുത്തു. ഒരു കുഞ്ഞ് ഡപ്പിയാണ്. അമൂല്യമായ എന്തോ മരുന്നാണ് ഗ്രിഗറി പുറത്തെടുത്തതെന്ന് അത് കണ്ടപ്പോൾ തന്നെ ഡസ്റ്റിന് മനസ്സിലായി. ആ മരുന്ന് പുറത്തെടുത്ത ഗ്രിഗറി അത് ഡസ്റ്റിന്റെ കയ്യിലേക്ക് വെച്ചു. ഡസ്റ്റിൻ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, ഇത് എന്റെ ജന്മദിന സമ്മാനമായി സ്വീകരിക്കുക. ഡസ്റ്റിൻ സന്തോഷത്തോടുകൂടി ആ മരുന്ന് കയ്യിൽ വാങ്ങിച്ചു. മരുന്ന് കയ്യിൽ വാങ്ങിച്ച ഡസ്റ്റിൻ ഗ്രിഗറിയോട് ചോദിച്ചു, അല്ല കൂടിയ, ഇതെന്താ സംഭവം? ഡസ്റ്റിൻ, ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു. നീ ഡാലി വിവാഹം കഴിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിനിടയിൽ നിനക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ മരുന്ന് ഞാൻ ഉണ്ടാക്കിയത്. കൂടിയ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ, നീ ഈ മരുന്ന് കഴിച്ചാൽ നിന്റെ പ്രശ്നമൊക്കെ തീരും. എനിക്കൊരു പ്രശ്നമില്ല. ഡസ്റ്റിൻ, അങ്ങനെയൊന്നും പറയാതെ, കല്യാണം കഴിച്ച് 3 വർഷം നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞല്ലേ, സ്വാഭാവികമായിട്ടും ഡാലിയ ഗർഭിണിയാകേണ്ടതും പ്രസവിക്കേണ്ടതും ഒക്കെ അല്ലേ? അതൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ മരുന്ന് നീ കഴിക്കുന്നത് നല്ലതാണ്. കൂടിയ അനാവശ്യം പറയരുത്. ഡസ്റ്റിന് ഗ്രിഗറി ജോൺസ് പറയുന്ന കാര്യം കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരികയാണ്. ഡസ്റ്റിനും ഡാലിയ നിക്കോൾസനും കുട്ടികൾ തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളുകളാണ്. ആ കാര്യം മനസ്സിലാക്കാതെ ഡസ്റ്റിന്റെ എബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗ്രിഗറി ജോൺസ് അങ്ങനെ പറഞ്ഞപ്പോൾ ഡസ്റ്റിന് ശരിക്കും ദേഷ്യം വന്നു. പക്ഷെ അടുത്ത പക്ഷം തന്നെ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഗ്രിഗറി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എന്തായാലും അത് സൂക്ഷിക്കും. ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞ ശേഷം ഗ്രിഗറി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ഗ്രിഗറി അതിവേഗം ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഡസ്റ്റിന് ശരിക്കും ഒരു വിഷമമുണ്ട്. ഗ്രിഗറിയെ തന്നെ നോക്കിയിരിക്കുന്ന ഡസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് കോർലിയസ് കാർ സ്റ്റാർട്ട് ചെയ്തു. ആ കാറ് സാവധാനം ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ അങ്ങനെ നീങ്ങുമ്പോൾ ആളുകൾ ഡസ്റ്റിനെ കണ്ട് കൈ കാണിക്കുന്നുണ്ട്. ശരിക്കും ആളുകൾക്ക് ഡസ്റ്റിൻ റൈസ് ഒരു വല്ലാത്ത വികാരമായി മാറിയിരിക്കുകയാണ്. ഡസ്റ്റിനും കോർലിയസും സഫേർ ലോഡ്ജിൽ എത്തിയപ്പോൾ ശരിക്കും അവർ രണ്ടുപേരും ഞെട്ടിയെന്ന് പറയാം. ആ സഫേർ ലോഡ്ജ് മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ലോഡ്ജിന്റെ മുക്കും മൂലയും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അലങ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നടാഷ ഹാർമണും സ്കാർലറ്റ് സ്പാനറും ഓടി നടക്കുകയാണ്. അവർ രണ്ടുപേരും സഹോദരിമാരെ പോലെ ഓടി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഡസ്റ്റിൻ റൈസ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ഡസ്റ്റിനെ കണ്ടതും സ്കാർലറ്റും നടാഷയും ഓടി ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിന് അടുത്തേക്ക് ഓടി വന്ന സ്കാർലറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ബ്രദർ ഡസ്റ്റിൻ, നാളെ ഡസ്റ്റിന് ബർത്ത്ഡേ ആണ്, ഞങ്ങളത് അടിപൊളിയാക്കാൻ തീരുമാനിച്ചു. സ്കാർലറ്റ്, എന്താണോ ഇത്? ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ബ്രദർ ഡസ്റ്റിൻ, അങ്ങനെ അല്ല, നമുക്കിത് ആഘോഷിക്കണം. സ്കാർലറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, സത്യമായിട്ടും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ലോഡ്ജിനെ ആകെ മാറ്റി മറിച്ചനെ. സ്കാർലറ്റ് സ്പാനറുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ഡസ്റ്റിന് അവൾ പറഞ്ഞതിൽ വലിയ അതിശയവും തോന്നിയില്ല. ഡസ്റ്റിന് വേണ്ടി അവൾ എന്തും ചെയ്യും. ആ ചിന്ത ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്നതും ഡസ്റ്റിൻ ഒന്ന് പുഞ്ചിരിച്ചു.
അത് കണ്ടുകൊണ്ട് നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നാളെ ഒരു കാരണവശാലും ഈ ആഘോഷം ഒഴിവാക്കാൻ പറ്റില്ല. നടാഷ, അതെന്താ അങ്ങനെ പറഞ്ഞ്? ഡസ്റ്റിൻ, നാളെയാണ് ടൈലറുടെ വിവാഹ നിശ്ചയം. നാളെ ടൈലറുടെ വിവാഹ നിശ്ചയം? അതെ ഡസ്റ്റിൻ, നാളെ ടൈലറുടെ ആ വിസ്കോൺ മാൻഷനിൽ വെച്ച് കെയ്റ്റ് ഹാർമണും ടൈലറും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുകയാണ്. അത് വലിയ ആഘോഷമായിട്ടാണ് അവർ നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡസ്റ്റിന്റെ ബർത്ത്ഡേ ശരിക്കും ആഘോഷിക്കാൻ തീരുമാനിച്ചത്. മിൽസ്ബർഗിലെ ഏറ്റവും പ്രമുഖ കുടുംബങ്ങളിൽ ഒന്നാണല്ലോ ടൈലറുടെ ഗ്രാൻഡ് കുടുംബം. ആ ഗ്രാൻഡ് കുടുംബത്തിൽ നടക്കാൻ പോകുന്ന വിവാഹ നിശ്ചയം സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ഒരു അടിപൊളി ഫംഗ്ഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ആ ഫംഗ്ഷൻ എത്ര മനോഹരമാണെങ്കിലും അതിനേക്കാൾ ഒട്ടും മോശമാകാത്ത ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഡസ്റ്റിന് വേണ്ടി സംഘടിപ്പിക്കാൻ നടാഷ അങ്ങ് തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. നടാഷയുടെ ആ തീരുമാനത്തിനൊപ്പം സ്കാർലറ്റ് സ്പാനറും ആ കിരൺ ഗ്യാങ്ങിലെ മുഴുവൻ ആളുകളും കൂടിയതുകൊണ്ടാണ് ശരിക്കും ആ സഫേർ ലോഡ്ജ് വല്ലാത്തൊരു വെന്യൂ ആയി അങ്ങ് മാറുന്നത്. നടാഷയുടെയും സ്കാർലറ്റിന്റെയും ആ താല്പര്യങ്ങൾ കണ്ടതും ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു, നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള പരിപാടിയൊക്കെ മതിയായിരുന്നു. ഡസ്റ്റിൻ, അങ്ങനെയല്ല. ഹാർമൺ കുടുംബത്തിലേക്ക് കടക്കാൻ വേണ്ടിയാ ടൈലർ കെയ്റ്റിനെ വിവാഹം കഴിക്കുന്നത്. എനിക്ക് ശരിക്കും ഹാർമൺ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയമുണ്ട്. നടാഷ വീണ്ടും അതേ വിഷയം സൂചിപ്പിച്ചതും ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, നടാഷ, ഹെക്ടർ എന്ത് പറയുന്നു? ഡസ്റ്റിൻ, അച്ഛൻ ഇപ്പോഴും കുടുംബത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കുടുംബത്തിലെ ആളുകൾ അച്ഛനെ ചതിച്ച കാര്യവും ടൈലറോട് അവർ ടൈപ്പ് ഉണ്ടാക്കുന്നൊന്നും അച്ഛൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അച്ഛൻ ആരെയും തള്ളി പറയുന്നില്ല. ഹെക്ടർ ഹാർമൺ വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ്രൂന്റെ കയ്യിൽ നിന്ന് ഹാർമൺ കുടുംബത്തിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ 24/7 എന്ന് പറയുന്ന പോലെ അധ്വാനിച്ച വ്യക്തിയാണ്. ശരിക്കും ആ കുടുംബത്തെ മിൽസ്ബർഗിലെ ഫാബുലസ് 5 ഒന്നാക്കി മാറ്റാൻ വേണ്ടി ഹാർമൺ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്നതിനെ കുറിച്ച് ഹെക്ടർക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഹാർമൺ കുടുംബത്തിലെ ആളുകൾ ഹെക്ടറെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമം നടത്തുന്നുള്ള വിവരം അറിഞ്ഞിട്ടും ഹെക്ടർ അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത്. നടാഷ ഹാർമണും സ്കാർലറ്റ് സ്പാനറും ഡസ്റ്റിൻ റൈസും ആ സഫേർ ലോഡ്ജിലെ അലങ്കാരങ്ങളും മറ്റുമൊക്കെ വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന അതേ സമയത്ത് വിസ്കൗണ്ട് മാൻഷനിൽ ടൈലർ ഗ്രാൻഡിന്റെ മുന്നിൽ നിശബ്ദരായി നിൽക്കുകയാണ് ട്രെന്റ് ഹാർമണും കെയ്റ്റ് ഹാർമണും. അവർ രണ്ടുപേരും ഇരിക്കുന്ന ടൈലർക്ക് മുന്നിൽ ശ്വസിക്കാൻ പോലും ലേശം ബുദ്ധിമുട്ടുന്നുണ്ട്. ശ്വസനം ലേശം ഉറക്കെയായിപ്പോയാൽ അത് ടൈലർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ഭയം പോലും അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. ടൈലർ അവർ രണ്ടുപേരും നോക്കിയിട്ട് അവരോട് ചോദിച്ചു, എവിടെ മാപ്പ്? ടൈലറുടെ ചോദ്യം കേട്ടതും ട്രെന്റ് ടൈലറോട് പറഞ്ഞു, ടൈലർ, അത് പിന്നെയെന്നോ മിസ്റ്റർ ട്രെന്റ്, ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ ഉറപ്പായും അതിനു മുമ്പ് എൻ്റെ കയ്യിൽ ആ മാപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ മാപ്പ് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ടൈലർ ഗ്രാൻഡും ട്രെന്റും കെയ്റ്റും തമ്മിലുള്ള കരാർ അതാണ്. കെയ്റ്റിനെ ടൈലർ വിവാഹം കഴിക്കണമെങ്കിൽ ഹാർമൺ കുടുംബത്തിന്റെ കൈവശമുള്ള ആ ട്രഷർ മാപ്പ് ടൈലർക്ക് അവർ കൊടുക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്ഷാന്ത പരിശ്രമത്തിലായിരുന്നു ട്രെന്റും കെയ്റ്റും. പക്ഷേ അവർക്ക് ഇതുവരെയും അത് കിട്ടിയിട്ടില്ല. കെയ്റ്റ് ടൈലറോട് പറഞ്ഞു, ടൈലർ, ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, അത് കൈക്കലാക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയില്ല എന്നേ ഉള്ളൂ. കെയ്റ്റ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ മാപ്പ് ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണ്ട. ടൈലറുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു വ്യക്തതയുണ്ട്. വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ അവർ ടൈലർക്ക് മാപ്പ് കൊടുത്തിരിക്കണം. ടൈലർ അങ്ങനെ തീർത്തു പറഞ്ഞതും കെയ്റ്റ് ടൈലറോട് പറഞ്ഞു, ടൈലർ, ഉറപ്പായും നേരം വെളുക്കും മുമ്പ് ഞാൻ ആ മാപ്പ് ഇവിടെ എത്തിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കെയ്റ്റ് ട്രെന്റിനെയും കൊണ്ട് ടൈലറുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് ഹാളിൽ എത്തിയപ്പോൾ ട്രെന്റ് കെയ്റ്റിനോട് ചോദിച്ചു, കെയ്റ്റ്, നീ എന്തായി പറയുന്നത്? എങ്ങനെ നമ്മൾ ആ മാപ്പ് കണ്ടുപിടിക്കും? അച്ഛാ, നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആകേണ്ടിയിരിക്കുന്നു. കെയ്റ്റ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഹെക്ടർ ആ മാപ്പ് അച്ഛന് തരേണ്ടതാണ്. തരാതെ ഹെക്ടർ ആ മാപ്പ് കൊണ്ട് മുങ്ങിയത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. നമുക്ക് ആ മാപ്പ് ഹെക്ടറുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് ശക്തി ഉപയോഗിക്കേണ്ടി വരും. മോളെ, നീ എന്തായി പറയുന്നത്? ഹെക്ടർ നിന്റെ അങ്കിളല്ലേ? ട്രെന്റിന്റെ അനുജനായ ഹെക്ടറിന്റെ മേൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് കെയ്റ്റ് പറഞ്ഞപ്പോൾ ട്രെന്റ് മകളെ എന്ത് തിരുത്തുകയാണ്. അത് കേട്ടതും കെയ്റ്റ് ട്രെന്റിനോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ ഹെക്ടറുടെ കയ്യിൽ നിന്ന് ആ മാപ്പ് സംഘടിപ്പിച്ചില്ലെങ്കിൽ ടൈലർ നമ്മൾ വെറുതെ വിടില്ല. നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. ടൈലർ ഗ്രാൻഡുമായിട്ട് ഒരു ഉടമ്പടി വെക്കുമ്പോൾ ആ ഉടമ്പടി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയാം. സ്കാർലറ്റ് സ്പാനർ ഹാർമൺ കുടുംബത്തിന് മുന്നിൽ വെച്ച് അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ സ്കാർലറ്റ് മോചിപ്പിച്ചിരുന്നു. അങ്ങനെ മോചിപ്പിക്കാനുള്ള കാരണം ടൈലർ ഗ്രാൻഡ് ആണെന്നാണ്
യഥാർത്ഥത്തിൽ ആ അച്ഛനും മകളും കരുതുന്നത്. ഡസൻ റൈസ് പറഞ്ഞതുകൊണ്ട് അവരെ യഥാർത്ഥത്തിൽ സ്കാർലറ്റ് മോചിപ്പിക്കുകയായിരുന്നു. അക്കാര്യം കെയ്റ്റിനോ അതുപോലെ ട്രെന്റിനോ ഇപ്പൊ അറിയില്ല എന്ന് മാത്രം. കെയ്റ്റ് പറഞ്ഞത് കേട്ടതും ട്രെന്റ് കെയ്റ്റിനോട് ചോദിച്ചു, മോളെ നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഹെക്ടർ പിടികൂടാന്ന് പറഞ്ഞാൽ. ഹെക്ടർക്കൊപ്പം എപ്പോഴും ഒരു ഗ്യാങ് ഉണ്ട്. ശക്തരായ ഗാർഡുകളുടെ സംരക്ഷണയിലാണ് ഹെക്ടർ കഴിയുന്നത്. കിരൺ ഗ്യാങ്ങിന്റെ മെമ്പേഴ്സ് എപ്പോഴും ഹെക്ടർക്കൊപ്പം ഉണ്ട്. ആ സപ്പോർട്ട് ഉള്ളപ്പോൾ ഹെക്ടറെ അങ്ങനെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ട്രെന്റിന് നന്നായിട്ട് അറിയാം. അനവധി തവണ ട്രെന്റും കെയ്റ്റും ഹെക്ടറെ കീഴടക്കാൻ ശ്രമിച്ചതാണ്. ഹെക്ടറെ കിഡ്നാപ്പ് ചെയ്യാനുള്ള അവരുടെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് കെയ്റ്റ് വീണ്ടും ഹെക്ടറെ തട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രെന്റിനോട് സംസാരിക്കുന്നത്. അത് കേട്ടതും കെയ്റ്റ് ട്രെന്റിനോട് പറഞ്ഞു, അച്ഛാ അതിന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തി. മോളെ ആരാ അത്? അച്ഛാ ഈ ടൈലർ ഒരു അനുജനുണ്ട്, ബ്രൈഡൻ, അയാളാ നമുക്ക് പറ്റിയ കക്ഷി. കെയ്റ്റ് അയാൾ നമ്മളെ സഹായിക്കൂ. അച്ഛാ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. അച്ഛാ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ അയാളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ബ്രൈഡൻ ഗ്രാൻഡ് വിചാരിച്ചാൽ ഹെക്ടറെ പുഷ്പം പോലെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ട്രെന്റിനും അറിയാം. ബ്രൈഡനെ കൊണ്ട് ഹെക്ടറെ കിഡ്നാപ്പ് ചെയ്യിപ്പിക്കാൻ കെയ്റ്റ് വിചാരിച്ചാൽ കഴിയുമോ? അങ്ങനെ ഒരു സംശയം ട്രെന്റിനുണ്ട്. ട്രെന്റ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹാളിൽ ഇരിക്കുമ്പോൾ കെയ്റ്റ് നേരെ ആ ട്രെന്റ് കുടുംബത്തിന്റെ കിച്ചണിലേക്ക് നടന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായി കെയ്റ്റ് ബ്രൈഡന്റെ മുറിയിലെത്തി. ബ്രൈഡന്റെ മുറിയിലേക്ക് കെയ്റ്റ് കടന്നു വരുന്ന കണ്ടപ്പോൾ ബ്രൈഡന്റെ ശരിക്കും അതിശയം. സിസ്റ്റർ എന്താ ഇങ്ങോട്ട് വന്നേ? ബ്രൈഡൻ, ഞാനൊരു വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താ സിസ്റ്റർ? ബ്രൈഡൻ, ഇന്നലെ ബ്രൈഡൻ എന്തോ പരിക്ക് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. ബ്രൈഡൻ ഭക്ഷണമൊന്നും ശരിയായി കഴിച്ചില്ലെന്ന് കിച്ചണിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അവന്റെ ജ്യേഷ്ഠൻ ടൈലറെ വിവാഹം കഴിക്കാൻ പോകുന്ന കെയ്റ്റ് അവനോട് കാണിക്കുന്ന ആ താല്പര്യം കണ്ടപ്പോൾ ബ്രൈഡന് ഒരു സന്തോഷം. ബ്രൈഡനെ അടുത്ത് പിടിച്ചിരുത്തിയ കെയ്റ്റ് വളരെ സ്നേഹപൂർവ്വം അവൾ കൊണ്ടുവന്ന ഭക്ഷണം അവളുടെ കൈകൊണ്ട് തന്നെ എടുത്ത് ബ്രൈഡനെ കൊടുത്തു തുടങ്ങി. ശരിക്കും അവൾ ബ്രൈഡനെ ഏതാണ്ട് സോപ്പിടുകയാണ്. തമാശകളൊക്കെ പറഞ്ഞ് ബ്രൈഡനെ ഒരു പരുവത്തിൽ അടുപ്പത്തിലാക്കിയ കെയ്റ്റ് അവനോട് പറഞ്ഞു, ബ്രൈഡൻ, നാളെയാണ് എൻ്റെ വിവാഹ നിശ്ചയം. അത് ചിലപ്പോൾ നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. സിസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞു? ബ്രൈഡൻ, എൻ്റെ അച്ഛനാണ് ഹാർമൺ കുടുംബത്തിന്റെ തലപ്പത്തെന്നുള്ള കാര്യം ബ്രൈഡൻ അറിയാമല്ലോ. അതെനിക്കറിയാം. അച്ഛൻ ഹാർമൺ കുടുംബത്തിന്റെ തലപ്പത്തെത്തിയെങ്കിലും ആ കുടുംബത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അച്ഛന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുമായി ആ ഹെക്ടർ അവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. ആ ഹെക്ടറുടെ കയ്യിലുള്ള ചില സാധനങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് ടൈലർക്ക് ആവശ്യമുള്ളതാണ്. അത് ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ വിവാഹം ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. കെയ്റ്റ് വളരെ മനോഹരമായിട്ട് അവളുടെ പ്രതിസന്ധി ബ്രൈഡന്റെ മുന്നിൽ അവതരിപ്പിച്ചു. സിസ്റ്റർ, ഞാനിപ്പോ അതിനെന്ത് ചെയ്യണമെന്ന് സിസ്റ്റർ പറഞ്ഞു വരുന്നത്? ബ്രൈഡൻ, എനിക്ക് നേരിട്ട് ഹെക്ടറെ പിടികൂടാൻ പറ്റില്ല. ഹെക്ടർ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ബ്രൈഡൻ വിചാരിച്ചാൽ ഹെക്ടറെ പോക്കാൻ പറ്റുമോ? സിസ്റ്റർ, ഇതെന്ത് ചോദ്യം? ഞാനേ ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലറുടെ അനുജനാണ്. ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവൂ? സിസ്റ്റർ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? എനിക്ക് ആ ഹെക്ടറെ ഇവിടെ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത് നടന്നു എന്ന് വിചാരിച്ചാൽ മതി. ഈ സംഭാഷണം കഴിഞ്ഞ് കൃത്യം 2 മണിക്കൂറായി കാണും. ഒരു കറുത്ത SUV ഗ്രാൻഡ് കുടുംബത്തിന്റെ ആ പൂമുഖത്തേക്ക് ഓടിയെത്തി. ആ SUVയിൽ നിന്ന് ഒരു ചാക്കുകെട്ട് പുറത്തെടുക്കപ്പെട്ടു. ആ ചാക്കുകെട്ടുമായി ആളുകൾ നടക്കുമ്പോൾ അവിടെ തൊട്ടു മുന്നിൽ തന്നെ ബ്രൈഡൻ ഗ്രാൻഡും ഉണ്ട്. ഒരു രഹസ്യ മുറിയിലേക്കാണ് ആ ചാക്കുകെട്ട് ആ അനുജന്മാർ കൊണ്ടുവന്നത്. ആ ചാക്കുകെട്ട് ആ സീക്രട്ട് ചേംബറിനകത്ത് കൊണ്ടുവച്ചതും ബ്രൈഡൻ അയാളുടെ അനുജന്മാരോട് പറഞ്ഞു, അഴിക്ക്. ആ ചാക്കേട്ട് അഴിച്ചതും നമ്മൾ കാണുന്നത് സാക്ഷാൽ ഹെക്ടർ അകത്ത് ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരിക്കുന്നതാണ്. ഹെക്ടറെ പുറത്തെടുത്തു. ആ ചാക്കിൽ നിന്ന് പുറത്തു വന്ന ഹെക്ടർ ബ്രൈഡനെ കണ്ടു. ബ്രൈഡൻ ഹെക്ടറോട് ചോദിച്ചു, ഞാൻ ആരാന്ന് മനസ്സിലായോ? എന്ത് ചോദ്യമായത്? നിങ്ങൾ ബ്രൈഡൻ ഗ്രാൻഡ് ആണെന്ന് ആർക്കാ അറിയില്ലാത്തത്? അത് ശരി, എന്നെ അറിയാമല്ലേ? ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഹെക്ടർ, നിന്റെ കൈവശം ഒരു ട്രഷർ മാപ്പ് ഉണ്ട്. ആ മാപ്പ് നീ ഇപ്പോ എനിക്ക് തരണം. ബ്രൈഡൻ ഗ്രാൻഡിന്റെ ആ വാക്കുകൾ കേട്ടതും ഹെക്ടർ ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, അപ്പോ ടൈലർ അവസാനം തനിനിറം കാണിച്ചു. എനിക്കറിയാം ഈ വിവാഹമൊക്കെ ഈ മാപ്പിന് വേണ്ടിയുള്ള നാടകമാണെന്ന്. ബ്രൈഡൻ, ആ ട്രഷർ മാപ്പ് ഞാൻ തരത്തില്ല. അത് കേട്ടതും ബ്രൈഡൻ അവിടെ ടേബിളിന്റെ പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന അനവധി ആയുധങ്ങളിൽ ഒന്ന് കയ്യിലെടുത്തു. പല ശൈലിയിലുള്ള ആയുധങ്ങൾ അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അയാൾ പുറത്തെടുത്തത് ചെറിയൊരു കത്തിയാണ്. ഒരു പേനാക്കത്തി നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ. കൈയും കാലും ബന്ധിക്കപ്പെട്ട ഹെക്ടറുടെ അടുത്തേക്ക് അയാൾ ആ പേനാക്കത്തിയുമായിട്ട് വന്നു. ഹെക്ടർ, നിങ്ങളെ ഉപദ്രവിക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ നിങ്ങൾ ഈ ശൈലിയിൽ എന്നോട് സംസാരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ പുറത്ത് കാര്യമായി ഒന്ന് കൈവയ്ക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ട് ബ്രൈഡൻ ഹെക്ടർ കഴുത്തിന് തൊട്ടു താഴെ ആ കത്തി ഒന്ന് തൊട്ടു.
അതിനുശേഷം അയാൾ ഒരൊറ്റ വര, അയാളുടെ ഷർട്ടിന് പുറത്തുകൂടിയാണ് ആ വര വരയ്ക്കുന്നതെങ്കിലും ആ നിമിഷത്ത് തന്നെ ഷർട്ട് രണ്ടായി കീറി. ഷർട്ടിനകത്ത് ആ കത്തി ഉണ്ടാക്കിയ മുറിവ് ഇപ്പോൾ ശരിക്കും വിസിബിളാണ്. ആ മുറിവിലൂടെ രക്തം ഇറ്റു തുടങ്ങുകയാണ്. അല്പസമയം കൊണ്ട് ആ രക്തം ശരിക്കും ഒരു അരുവി പോലെ ഒഴുകി തുടങ്ങി. അധികം താഴ്ചയിലല്ല ആ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നിട്ടും ഇഷ്ടംപോലെ രക്തം ഒഴുകിയിറങ്ങുകയാണ്. നെഞ്ചിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം ഹെക്ടറുടെ രണ്ട് കാലിൽ കൂടിയും കാലിനിടയിൽ കൂടിയും ഒക്കെ തറയിൽ വീഴുകയാണ്. ആ കാഴ്ചയൊന്ന് നോക്കിയിട്ട് ബ്രൈഡൻ ഹെക്ടറോട് ചോദിച്ചു, ഹെക്ടർ എവിടെയാ ട്രഷർ മാപ്പ്? എനിക്കറിയില്ല. ഹെക്ടറുടെ മറുപടി വീണ്ടും പഴയത് തന്നെയാണ്. മറുപടി കേട്ട ബ്രൈഡൻ ഹെക്ടറുടെ ഇരു ഷോൾഡറുകളിലും ഓരോ വര വരച്ചു. ഷോൾഡറിൽ തൊട്ട് കൈയുടെ അറ്റം വരെ വരത്തക്ക രീതിയിലാണ് ആ രണ്ട് വരകളും അയാൾ വരച്ചത്. രണ്ട് വരകൾ വരച്ചു കഴിഞ്ഞതും ആ കൈകളിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. വീണ്ടും ബ്രൈഡൻ ചോദ്യം ആവർത്തിച്ചു. ഹെക്ടർ അപ്പോഴും പഴയ മറുപടി തന്നെ പറഞ്ഞു. വീണ്ടും ഹെക്ടർ പഴയ മറുപടി ആവർത്തിച്ചതും ബ്രൈഡൻ ഹെക്ടറോട് പറഞ്ഞു, നിനക്ക് ഈ ശൈലിയിൽ ഒരു ശിക്ഷ കിട്ടിയ പോരാ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ പേനക്കത്തെ മേശപ്പുറത്തേക്ക് തിരിച്ചു വെച്ചു. അവിടെ നിന്ന് അയാൾ കൊടില് പോലുള്ള ഒരു സാധനം പുറത്തെടുത്തു. നിനക്ക് ഈ ഉപകരണത്തിന്റെ ഉപയോഗം ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രൈഡൻ ഹെക്ടറുടെ കാലിലെ നഖത്തിൽ ആ പ്ലെയർ ചേർത്ത് പിടിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ വലി, ശരിക്കും ജീവൻ പോകുന്ന വേദനയാണ് ഹെക്ടർക്ക് ആ നിമിഷം അനുഭവപ്പെട്ടത്. അയാളുടെ ആ തള്ളവിരലിൽ നിന്ന് രക്തം കുഴൂട ഒഴുകി തുടങ്ങി. ബ്രൈഡൻ ചോദ്യം ആവർത്തിച്ചു, ട്രഷർ മാപ്പ് എവിടെ? ഹെക്ടർ പറഞ്ഞു, എനിക്കറിയില്ല. ആ നിമിഷത്തിൽ ഹെക്ടർ വായുന്ന ശബ്ദം കൃത്യമായി പുറത്തു വരുന്നൊന്നുമില്ല. എന്നാലും ഹെക്ടർ മറുപടി പറയുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രൈഡൻ ആ സീക്രട്ട് ചേമ്പറിന്റെ പുറത്തെത്തി. സീക്രട്ട് ചേമ്പറിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ് സാക്ഷാൽ കെയ്റ്റ് ഹാർമൺ. ബ്രൈഡനെ കണ്ടതും കെയ്റ്റ് ബ്രൈഡൻ ചോദിച്ചു, ഏയ് ബ്രൈഡൻ, മാപ്പ് കിട്ടിയോ? കെയ്റ്റ്, നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല ഈ ഹെക്ടർ. കെയ്റ്റ്, ഞാൻ അയാളെ ശരിക്കും ഒന്ന് വേദനിപ്പിച്ചിട്ടും അയാൾ കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ ബ്രൈഡൻ പറഞ്ഞതും കെയ്റ്റ് ആ സീക്രട്ട് ചേമ്പറിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. ശരിക്കും കെയ്റ്റ് പോലും നടുങ്ങിപ്പോകുന്ന ഒരു രംഗമാണ് അവൾ അകത്ത് കണ്ടത്. ഹെക്ടർ ഹാർമണിന്റെ പുറത്ത് രക്തം ഒഴുകാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം. അയാളുടെ ദേഹം മുഴുവൻ കീറി മുറിച്ചിരിക്കുകയാണ്. അയാളുടെ നഖങ്ങൾ മുഴുവൻ വലിച്ചു പുഴുതിരിക്കുകയാണ്. അയാളുടെ കയ്യിലെയും കാലിലെയും നഖങ്ങൾ വലിച്ചു പുഴപ്പെട്ട രീതിയിൽ താഴെ കിടപ്പുണ്ട്. ആ അവസ്ഥയിൽ പോലും ഹെക്ടർ മാപ്പിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കെയ്റ്റിനെ തെല്ലുന്നുമല്ല അമ്പരപ്പിച്ചത്. ഹെക്ടറെ തല്ലിയതുകൊണ്ട് കാര്യമില്ലെന്ന് ആ കാഴ്ച കെയ്റ്റിനോട് വിളിച്ചു പറയുകയാണ്. കെയ്റ്റ് ആ സീക്രട്ട് ഷെമിൽ നിന്ന് പുറത്തിറങ്ങി ബ്രൈഡനോട് പറഞ്ഞു, ബ്രൈഡൻ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കെയ്റ്റ്, ഇയാൾക്ക് സ്വന്തം ശരീരം വേദനിച്ചാൽ വേദനിക്കില്ല എന്നതാണ് വിഷയം. അയാൾ മരണത്തെ സ്വയം വരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രൈഡൻ, അയാൾക്ക് അയാളുടെ ശരീരത്തെ തൊട്ടാലേ വേദനിക്കാതുള്ളൂ. എന്നാൽ വേറൊരാളുടെ ശരീരത്തെ തൊട്ടാൽ അയാൾക്ക് വേദനിക്കും. അതെനിക്കറിയാം. കെയ്റ്റ്, അതാരാണ്? ബ്രൈഡൻ, അത് അയാളുടെ മോളാണ്, നടാഷ. നടാഷയെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയാൽ കാര്യങ്ങൾ എളുപ്പമാവും. കെയ്റ്റ് ആ കാര്യം പറഞ്ഞതും ബ്രൈഡൻ അത് ചെയ്യാമെന്ന് ഏറ്റു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നടാഷ ഹാർമൺ അവളുടെ കിടക്കയിൽ ഞെട്ടി ഉണരുകയാണ്. ഒരു ശബ്ദം കേട്ടതുകൊണ്ടാണ് നടാഷ ഞെട്ടി ഉണർന്നത്. ശബ്ദമുണ്ടാക്കാതെ കിടക്കയിൽ എണീറ്റ നടാഷ ജനാലയ്ക്ക് സമീപത്തെത്തി ജനാലിലെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി. പുറത്ത് അവിടെ ലൈറ്റുകൾ കത്തിനിപ്പുണ്ട്. കത്തി നിൽക്കുന്ന ആ ലൈറ്റുകൾ നൽകുന്ന പ്രകാശത്തിൽ അവൾ വ്യക്തമായും ചില കാഴ്ചകൾ കണ്ടു. അവളുടെ ആ വീടിന് സംരക്ഷണം കൊടുത്തിരുന്ന ബോഡി ഗാർഡുകൾ തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം വ്യക്തമാണ്, അവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാര്യം മനസ്സിലായ നടാഷ പെട്ടെന്ന് ജനാലയ്ക്കടുത്ത് നിന്ന് അവിടെ ബെഡിനടുത്തോട്ട് വന്ന് ബെഡിനടിയിൽ നിന്ന് കൈത്തോക്ക് കയ്യിലെടുത്തു. ആ കൈത്തോക്കുമായി നടാഷ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ നടാഷ നിശബ്ദയായി അവളുടെ അനുജത്തി റൂത്ത് ഹാർമണുള്ള മുറിയിലേക്ക് വന്നു. റൂത്തിന്റെ കിടക്കക്കരിയിൽ വന്ന നടാഷ റൂത്തിനെ തട്ടി വിളിച്ചു. റൂത്തിന്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് നടാഷ അവളോട് പറഞ്ഞു, റൂത്ത്, ശബ്ദമുണ്ടാക്കരുത്, ഇവിടെ ആരൊക്കെ കയറിയിരിക്കുകയാണ്. നടാഷ പറഞ്ഞത് കേട്ടതും റൂത്തും എണീറ്റു. ചേച്ചി, നമ്മൾ ഇനി എന്ത് ചെയ്യും? റൂത്ത്, അവർ ഏത് നിമിഷത്തിലും വീട്ടിലേക്ക് കയറും. അവർ വീട്ടിനകത്തേക്ക് കയറും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. നടാഷ അങ്ങനെ പറഞ്ഞതും റൂത്ത് നടാഷയ്ക്കൊപ്പം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവർ രണ്ടുപേരും 2ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. 2ാമത്തെ നിലയിൽ നിന്ന് അവർ താഴെ ഇറങ്ങി മുൻഭാഗത്തെയോ അല്ലെങ്കിൽ പിൻഭാഗത്തെയോ വാതിലിലൂടെ പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഏക മാർഗം. പക്ഷെ അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആ വീടിന്റെ കാവൽക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയ ആളുകൾക്ക് അവരെ പിടികൂടാൻ എളുപ്പമായിരിക്കും. ആ കാര്യം നടാഷയ്ക്കറിയാം. നടാഷ റൂത്തിനോട് പറഞ്ഞു, റൂത്ത്, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ റൂത്തിനെ കൊണ്ട്
റൂത്തിന്റെ മുറിയുടെ പുറത്തുള്ള ഓപ്പൺ ബാൽക്കണിയുടെ ഭാഗത്തെത്തി. ആ ഓപ്പൺ ബാൽക്കണി ആ വീടിന്റെ ഇടതു ഭാഗത്താണ്. ഇരുട്ടത്ത് റൂത്തുമായി ആ ബാൽക്കണിയിലെത്തിയ നടാഷ റൂത്തിനോട് പറഞ്ഞു, റൂത്ത്, നമുക്ക് താഴേക്ക് ചാടാം. ചേച്ചി, നമ്മളിവിടെ ചാടിയാൽ? റൂത്ത്, നമ്മൾ ഇവിടെ നിന്നാൽ നമ്മൾ കൊല്ലപ്പെടും, ചാടിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ റൂത്തുമായി ആ ബാൽക്കണിയിലെ മതിലിന്റെ മുകളിലേക്ക് കയറി. ഒരു കുഞ്ഞു മതിൽ അവിടെ ഉണ്ട്. ആ മതിലിന്റെ മുകളിലേക്ക് കയറിയ നടാഷ റൂത്തിനോട് പറഞ്ഞു, ഞാൻ 3 എന്ന് പറയുമ്പോൾ നീ ചാടിക്കൊള്ളണം. 1, 2, 3 അങ്ങനെ പറഞ്ഞുകൊണ്ട് നടാഷ റൂത്തിനൊപ്പം താഴേക്ക് ചാടി. നടാഷ ഹാർമൺ 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ട് റൂത്തിന്റെ കൈയും പിടിച്ചൊരൊറ്റ ചാട്ടം. 1ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ആണ് ചാടിയിരിക്കുന്നത്. ആ ഭാഗത്ത് പുൽത്തകടി ഉള്ള കാര്യം നടാഷയ്ക്ക് നേരത്തെ അറിയാം. പക്ഷെ അവിടെ പുൽത്തകടി ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനവും തൽക്കാലം ഇല്ലാന്ന് മാത്രം. ആ ഇരുട്ടത്ത് ഒരാളുടെയും ശ്രദ്ധയപ്പെടാതെ ചാടി രക്ഷപ്പെടുക എന്നുള്ളതാണ് നടാഷയുടെയും റൂത്തിന്റെയും ലക്ഷ്യം. രണ്ടുപേരും തറയിൽ ചാടി നിന്നതും അവര് സാവധാനം എണീറ്റ് ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. അവർ അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന ആ നിമിഷത്തിൽ പുറകിൽ നിന്ന് ഒരു ശബ്ദം. നടാഷ ശ്രദ്ധിച്ച് നടക്കണേ. ശബ്ദം കേട്ടതും കയ്യിലെ തോക്കുമായി നടാഷ തിരിഞ്ഞ ആ നിമിഷത്തിൽ നടാഷയെ ആരോ പാസ് ചെയ്യുന്ന പോലെ നടാഷയ്ക്ക് തോന്നി. ആ നിമിഷത്ത് തന്നെ പക്ഷേ നടാഷ താഴേക്ക് വീണു. അവിടെ കഴുത്തിൽ ആരോ ഒന്ന് തൊട്ടതാണ്. അത് കണ്ടതും റൂത്ത് ചേച്ചി എന്ന് വിളിച്ചതേ ഉള്ളൂ. റൂത്തും താഴേക്ക് വീണു. ശരിക്കും ആ ഇരുട്ടത്ത് നിഴലിനെ പോലെ ഒരാൾ റൂത്തിനെയും നടാഷയും ആക്രമിക്കുകയായിരുന്നു. രണ്ടുപേരും താഴേക്ക് വീണതും ആ മനുഷ്യൻ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇവരെ വണ്ടിയിലേക്ക് കയറ്റി. ഏകദേശം ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞപ്പോൾ നടാഷ ഹാർമണും റൂത്തും ആ സീക്രട്ട് ചേംബറിലുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ബോധം വന്നിട്ടില്ല. രണ്ടുപേരെയും 2 തൂണുകളിലായി കെട്ടിയിട്ടു. ഈ സമയത്താണ് ആ മുറിയിലേക്ക് കെയ്റ്റ് ഹാർമണും ബ്രൈഡനും കയറി വന്നത്. കെയ്റ്റിന് നടാഷയ്ക്കൊപ്പം റൂത്തിനെ കൂടെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. ബ്രൈഡൻ, ഇതെന്തായാലും കലക്കി. ഇനി ഹെക്ടർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് കെയ്റ്റ് ഒരാളോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ്. അതിന് ഫലമുണ്ടായി. അല്പസമയം കഴിഞ്ഞതും ഒരു ബക്കറ്റ് നിറയെ നല്ല തണുത്ത ഐസ് വാട്ടർ അവിടെ എത്തി. ആ ഐസ് വാട്ടറിൽ ഒരു മഗ്ഗും ഉണ്ട്. ആ മഗ്ഗിൽ ഐസ് വാട്ടർ എടുത്ത് കെയ്റ്റ് ഹെക്ടറുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറി. ശരിക്കും നല്ല തണുത്ത കിടുങ്ങുന്ന വെള്ളം മുഖത്തേക്ക് വീണതും ഹെക്ടർ ഞെട്ടി ഉണരുകയാണ്. ആ നിമിഷത്തിൽ ഒരു മഗ്ഗ് വെള്ളം കൂടി ഹെക്ടറുടെ മുഖത്തേക്ക് വീണു. ഹെക്ടർക്ക് പെട്ടെന്ന് സ്വബോധം വീണ്ടും കിട്ടുകയാണ്. കുറെ നേരമായി ഹെക്ടർ അബോധാവസ്ഥയിലായിരുന്നു. ഹെക്ടർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ കെയ്റ്റ് ഹാർമണെയാണ്. ഏയ് മോളെ, നീ? ഹെക്ടർ, അധികം സംഭാഷണമൊന്നും വേണ്ട. എവിടെ ആ ട്രഷർ മാപ്പ്? കെയ്റ്റ്, അതിനു വേണ്ടിയാണ് നീ എന്നെ ഇവിടെ കെട്ടിയിട്ടെങ്കിൽ നടക്കത്തില്ല. അത് നിനക്ക് കിട്ടില്ല. ഹെക്ടർ ആ അവസ്ഥയിലും ആ വാചകം പറഞ്ഞതും കെയ്റ്റ് കൈ നിവർത്തി ഹെക്ടറുടെ കവിളിൽ ആഞ്ഞൊരൊറ്റയാടി. അടിയേറ്റ് ഹെക്ടർ ഒന്ന് കുലുങ്ങിയെന്ന് പറയാം. ശരിക്കും അയാൾ ആകെ ക്ഷീണിതനാണ്. അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒരുപാട് വാർന്നിറങ്ങിക്കഴിഞ്ഞു. അയാളെ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അടികൊണ്ട് ഹെക്ടർ ഒന്ന് ഉലഞ്ഞെങ്കിലും അയാൾ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, നീ എന്നെ കൊന്നാലും ഞാൻ അത് പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് കെയ്റ്റ് തൊട്ടടുത്ത തൂണിന് നേരെ തിരിഞ്ഞു. കെയ്റ്റ് അടുത്ത തൂണിന് നേരെ തിരിയുന്ന കണ്ട ഹെക്ടർ പ്രയാസപ്പെട്ട് അയാളുടെ തല ഒന്ന് തിരിച്ചു പോകും. അയാൾ കാണുന്നത് നടാഷിയാണ്. നടാഷിയെ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. നടാഷിയുടെ കഴുത്ത് കുനിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അവൾക്ക് ബോധമില്ല എന്ന് വ്യക്തമാണ്. ഹെക്ടർ നടാഷയെ കണ്ടതും കെയ്റ്റ് നടാഷിയുടെ അടുത്തെത്തി. നടാഷയുടെ അടുത്തെത്തിയ കെയ്റ്റ് അവളുടെ കയ്യിലിരുന്ന കത്തി നടാഷയുടെ കഴുത്തിലോട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചു. ഹെക്ടർ, നീ പറയുന്നു അതോ ഞാൻ ഇവിടെ കൊല്ലണം? മോള് കെയ്റ്റ്, നീ എന്താ ചെയ്യുന്നത്? അത് നിന്റെ കസിനല്ലേ? ഹെക്ടർ അങ്ങനെ ചോദിച്ചതും കെയ്റ്റ് നടാഷയുടെ കവിളിൽ ഒന്ന് വരച്ചു. ആ നിമിഷത്തിൽ നടാഷയുടെ കഴുത്തിൽ നിന്ന് രക്തം വാർന്നു തുടങ്ങി. രക്തം ഈറ്റിട്ട് താഴേക്ക് വീഴുന്ന കണ്ട ഹെക്ടർ ആകെ വിരണ്ടു എന്ന് പറയാം. കെയ്റ്റ് ആ കത്തി കയ്യിലേക്ക് എടുത്തിട്ട് നടാഷയുടെ കഴുത്തിനെ ഓങ്ങിക്കൊണ്ട് ഹെക്ടറോട് പറഞ്ഞു, നീ പറയുന്നോ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവളെ തീർക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കെയ്റ്റ് ആഞ്ഞിങ്ങനെ വീശുന്നതും ഹെക്ടർ കെയ്റ്റിനോട് പറഞ്ഞു, ഞാൻ പറയാം. അയാളെ സംബന്ധിച്ചിടത്തോളം നടാഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതറിയാവുന്നത് കൊണ്ടാണ് കെയ്റ്റ് നടാഷയെ കൊല്ലാൻ പോവുകയാണെന്നുള്ള ഒരു ഡ്രാമ അവിടെ സൃഷ്ടിച്ചത്. ഹെക്ടർ വഴങ്ങില്ലെങ്കിൽ അവൾ ചിലപ്പോൾ നടാഷയെ കൊന്നനെ. അതാണ് അവളുടെ മൂഡ്. ഹെക്ടർ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, സത്യമായിട്ടും അത് എൻ്റെ കയ്യിലില്ല. ഏയ് ഹെക്ടർ, നീ കളിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇവളെ കൊല്ലും. അങ്ങനെ കെയ്റ്റ് വീണ്ടും പറഞ്ഞതും ഹെക്ടർ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, ഞാനത് ഡസ്റ്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു. ഹെക്ടർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്?
നമ്മുടെ കുടുംബത്തിന്റെ ആ രഹസ്യ രേഖയെ നിങ്ങൾ എന്തിനാ ഡസ്റ്റിന് കൊടുത്തത്? കേറ്റ്, അത് കൈമോശം വരാതിരിക്കാനാ ഞാൻ സൂക്ഷിക്കാനായി ഡസ്റ്റിന്റെ കൈ കൊടുത്തത്. ഡസ്റ്റിന്റെ കയ്യിലാണ് ആ ട്രഷർ മാപ്പ് എന്ന് കേട്ടപ്പോ ബ്രൈഡനും കേറ്റും മുഖത്തോട് പോകാൻ നോക്കുകയാണ്. ഡസ്റ്റിൻ എന്ന പേര് ബ്രൈഡൻ നേരത്തെ കേട്ടിട്ടുണ്ട്. തലേദിവസം ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ബ്രൈഡന് തല്ല് വാങ്ങിച്ചതാണ്. ആ ഓർമ്മയിൽ ബ്രൈഡൻ കേറ്റിനോട് ചോദിച്ചു, കേറ്റ്, ഡസ്റ്റിൻ ഇതിനെ തല്ലിയവനാണ്. ബ്രൈഡൻ, നമുക്ക് ആ ഡസ്റ്റിനെ ഇവിടെ വരുത്തണം. കേറ്റ്, അവനെ വരുത്താൻ പറ്റുമോ? അവനെ വരുത്താൻ പറ്റും, പക്ഷേ നമ്മൾ ശരിക്കും തയ്യാറെടുപ്പ് വേണം. അവൻ ആള് അത്ര മോശമൊന്നുമല്ല. കേറ്റിന് ഇപ്പോഴും ആ രംഗം ഓർമ്മയുണ്ട്. ഹാർമൺ കുടുംബത്തിലെ ഗാർഡുകളെ മുഴുവൻ നിശ്ചലരാക്കിക്കൊണ്ട് ഡസ്റ്റിൻ റൈസ് നടാഷ ഹാർമണെയും അവളുടെ ബന്ധുക്കളെയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയ ആ നിമിഷം അവൾക്ക് ശരിക്കും അറിയാം. ഡസ്റ്റിൻ റൈസ് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അയാള് ആ കാര്യത്തിൽ ഒരു എക്സ്പെർട്ടുമാണ്. അയാളെയാണ് നേരിടേണ്ടത്. കേറ്റ് അത് ആലോചിച്ചുകൊണ്ട് ബ്രൈഡനോട് പറഞ്ഞു, ബ്രൈഡൻ, ആ ഡസ്റ്റിൻ നമ്മൾ വിചാരിക്കുമ്പോഴുള്ളൊരു കക്ഷിയല്ല. അയാൾ അതിശക്തനാണ്. കേറ്റ്, നീ എന്തായി പറയുന്നത്? അവനെ ഇവിടെ എത്തിക്കാൻ നിനക്ക് പറ്റിയാൽ ഇവിടെ നിന്ന് അവൻ ജീവനോടെ പുറത്തു പോകില്ല. ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പു തരാം. ഇത് വിസ്കൗണ്ട് മാൻഷനാണ്, ഗ്രാൻഡ് കുടുംബത്തിന്റെ ആസ്ഥാനമാണ്. ഇവിടെ ഈ കുടുംബത്തെ സംരക്ഷിക്കാനായി ഒത്തിരിയേറെ ആളുകളുണ്ട്. ഞങ്ങളുടെ മുന്നിൽ പെട്ടാൽ ഡസ്റ്റിന് ജീവനോടെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ബ്രൈഡൻ ഗ്രാൻഡിന്റെ ആ ആത്മവിശ്വാസം കരുതുന്ന സംഭാഷണം കേറ്റിനെ ശരിക്കും ഒന്ന് സന്തോഷിപ്പിച്ചു. കേറ്റ് ബ്രൈഡനോട് പറഞ്ഞു, ബ്രൈഡൻ, അങ്ങനെയാണെങ്കിൽ അവനോട് എത്തിക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ നടാഷയുടെ അടുത്തേക്ക് വന്നിട്ട് നടാഷയുടെ ആ നൈറ്റ് ഗൗൺ പിടിച്ചൊരൊറ്റ വലി. നടാഷയുടെ നൈറ്റ് ഗൗണിൽ കേറ്റ് വലിച്ചു പിടിച്ചതും അവളുടെ ആ ഡ്രസ്സ് ഏതാണ്ട് പകുതി ഭാഗം പൊട്ടിക്കീറി. ഇപ്പോ നടാഷയുടെ വയറിന് മുകളിലോട്ടോ ഭാഗം തികച്ചും നഗ്നമാണെന്ന് പറയാം. അവളുടെ നെഞ്ചിലുള്ള ആ അണ്ടർ ഗാർമെന്റ് മാത്രമാണ് അവളുടെ നഗ്നത മറയ്ക്കാനായി ആകെ ഉള്ളത്. എന്നാൽ ആ നൈറ്റ് ഗൗൺ പൂർണ്ണമായും അഴിഞ്ഞു പോയിട്ടുമില്ല. ആ ശൈലിയില നടാഷ നിൽക്കുന്നത്. അബോധാവസ്ഥയിലുള്ള നടാഷയുടെ ആ പകുതി നഗ്നമായ രൂപം കണ്ട ബ്രൈഡൻ വളരെ താല്പര്യത്തോടുകൂടി നടാഷയെ നോക്കുന്ന കണ്ടതും കേറ്റ് ബ്രൈഡനോട് പറഞ്ഞു, ബ്രൈഡൻ, അവളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്ക്. ബ്രൈഡൻ നടാഷയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നതും കേറ്റ് ബ്രൈഡനോട് പറഞ്ഞു, അവളുടെ മുടി ഒന്ന് മണപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവളുടെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ ക്യാമറ ഓണാക്കി. ബ്രൈഡൻ ഗ്രാൻഡ് നടാഷയുടെ മുടി ഒന്ന് മണക്കുന്ന ആ രംഗം നടാഷയുടെ ആ അർത്ഥ നഗ്ന ബോഡിയും ചേർത്ത് കേറ്റ് റെക്കോർഡ് ചെയ്തു. ഒരു 1-2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ. ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ കേറ്റ് ഡസ്റ്റിന് സെൻഡ് ചെയ്തു. ഒരു മെസ്സേജോട് കൂടിയാണ് ഡസ്റ്റിന് സെൻഡ് ചെയ്തത്. ഇപ്പോൾ സമയം ഏതാണ്ട് രാവിലെ 6 മണിയാണ്. ഈ സമയത്ത് ഡസ്റ്റിൻ റൈസ് അയാളുടെ മുറിയിൽ ഒരു ഏകാന്ത പരിശീലനത്തിലാണ്. കണ്ണുകൾ അടച്ച് ശരിക്കും ധ്യാനത്തിൽ എന്നോണം ഡസ്റ്റിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വാതിൽ ആരോ ആഞ്ഞു മുട്ടുന്ന ശബ്ദം ഡസ്റ്റിൻ കേൾക്കുന്നത്. അനവധി തവണ ആഞ്ഞു മുട്ടുന്ന കേട്ടതും ഡസ്റ്റിൻ ചെന്ന് വാതിൽ തുറന്നു. വാതിൽക്കൽ കോർലിയസ് നിൽക്കുന്നത്. സർ റൈസ്, ഒരു സംഭവം ഉണ്ടായി. എന്താ കോർലിയസ്, എന്താ സംഭവിച്ചേ? സർ റൈസ്, മിസ് നടാഷയെ ആരോ തട്ടിക്കൊണ്ടുപോയി. നടാഷയെ തട്ടിക്കൊണ്ടുപോയിരുന്നു? അതെ സർ റൈസ്, നമ്മള് കാവലിട്ടിരുന്ന മുഴുവൻ ആളുകളെയും ആരോ രാത്രി കൊന്നു. അതിനുശേഷമാണ് നടാഷയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് അതിരാവിലെ ഡസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. അത് കേട്ടതും ഡസ്റ്റിൻ കോർലിയസിനോട് പറഞ്ഞു, കോർലിയസ്, നടാഷയെ കണ്ടുപിടിക്കാൻ എല്ലായിടത്തും ആളയക്കി. അങ്ങനെ ഡസ്റ്റിൻ കോർലിയസിനോട് പറഞ്ഞപ്പോഴാണ് ഒരു മെസ്സേജ് വന്ന ശബ്ദം ഡസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡസ്റ്റിൻ ഓടിച്ചെന്ന് മൊബൈൽ എടുത്തു. മൊബൈൽ എടുത്തപ്പോൾ ഡസ്റ്റിൻ കാണുന്നത് ഒരു വീഡിയോ മെസ്സേജാണ്. ആ വീഡിയോ മെസ്സേജ് 3ാമത്തെ തവണയാണ് ഡസ്റ്റിൻ അയച്ചിരിക്കുന്നത്. ഡസ്റ്റിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന മെസ്സേജുകൾ ഒന്നും തന്നെ ഡസ്റ്റിൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മെസ്സേജ് തുറന്ന ഡസ്റ്റിൻ കാണുന്നത് സാക്ഷാൽ നടാഷ ഹാർമന്റെ വീഡിയോ ആണ്. നടാഷയെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു. നടാഷ തല താഴ്ന്നു കിടക്കുകയാണ്. അവളുടെ ബോഡിയുടെ മുകൾ ഭാഗം ഏതാണ്ട് നഗ്നമാണ്. കഴുത്തിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. നടാഷയ്ക്കൊപ്പം ആ വീഡിയോയിൽ ഒരാളെ കൂടി ഡസ്റ്റിൻ കണ്ടു. സാക്ഷാൽ ബ്രൈഡൻ ഗ്രാൻഡിനെയാണ് ഡസ്റ്റിൻ ആ വീഡിയോ കാണുന്നത്. ബ്രൈഡൻ ഗ്രാൻഡ് നടാഷയുടെ മുടി മണക്കുകയാണ്. ആ വിഷ്വല് കണ്ട ഡസ്റ്റിൻ ഭ്രാന്തനെ പോലെ അലറിപ്പോവുകയാണ്. ബ്രൈഡൻ! ഡസ്റ്റിൻ അങ്ങനെ വിളിക്കുമ്പോഴാണ് ആ വീഡിയോക്കൊപ്പമുള്ള മെസ്സേജ് ഡസ്റ്റിന് ശ്രദ്ധയപ്പെട്ടത്. ഡസ്റ്റിൻ റൈസ്, അടുത്ത 30 മിനിറ്റിനകം നിങ്ങൾ ട്രഷർ മാപ്പുമായി ഇവിടെ ഗ്രാൻഡ് കുടുംബത്തിന്റെ മാൻഷനിൽ എത്തിയില്ലെങ്കിൽ നടാഷയുടെ അടുത്തേക്ക് ഞാൻ ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും കയറ്റിവിടും. നടാഷ ഹാർമൺ വല്ലാണ്ട് വയലേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു സൂചനയാണ് ആ മെസ്സേജ് അയച്ച ആള് ഡസ്റ്റിൻ റൈസിന് നൽകിയിരിക്കുന്നത്.
ശരിക്കും ആ മെസ്സേജ് കണ്ട ഡസ്റ്റിന്റെ പെരുവിരൽ മുതൽ ഒരു വിറയൽ അനുഭവപ്പെടുകയാണ്. ഡസൻ കോൺലിയസിനോട് പറഞ്ഞു, കോൺലിയസ് നമ്മുടെ കിരിൻ ഗാങ്ങിലെ മുഴുവൻ ആളുകളെയും വിളിക്കും, സകലരെയും ഗ്രാൻഡ് കുടുംബത്തിലേക്ക് നയിക്കും, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധത്തിന് ഡസൻ റൈസ് ഇതാ ഇറങ്ങിത്തിരിക്കുകയാണെന്ന് ആ വാക്കുകൾ കോൺലിയസിനോട് പറയാതെ പറയുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 1 hour ആക്കാറാണ്. സമയം രാവിലെ 7 മണി. ഗ്രാൻഡ് കുടുംബത്തിലെ സ്വീകരണ മുറിയിൽ വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് ഇരിക്കുകയാണ്. ടൈലർ ഗ്രാൻഡിന്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ഗ്രാൻഡ് കുടുംബത്തിലെ ആളുകളൊക്കെ നിരന്നിരിപ്പുണ്ട്. അവർക്ക് നേരെ ഓപ്പോസിറ്റായി ഹാർമൺ കുടുംബത്തിലെ ആളുകളൊക്കെ നിരന്നിരിക്കുകയാണ്. ടൈലർ തനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ട്രെന്റിനോട് ചോദിച്ചു, എവിടെ ട്രഷർ മാപ്പ്? ടൈലർ, അത് ഇതുവരെ കിട്ടിയില്ല. ട്രെന്റ്, നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ലോർഡ് ടൈലർ, അങ്ങനെ പറയരുത്. ഞങ്ങളെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ്. അങ്ങനെ ട്രെന്റ് പറഞ്ഞതും കെയ്റ്റ് അങ്ങോട്ട് ഓടി വന്നു. ചുവന്ന ഡ്രസ്സ് ധരിച്ച കെയ്റ്റ് ഇപ്പൊ കാണാൻ അതിസുന്ദരിയാണ്. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയമാണ്. മനോഹരമായി അണിഞ്ഞൊരുങ്ങി കെയ്റ്റ് അവിടേക്ക് ഓടി വന്നതും ടൈലർ കെയ്റ്റിനൊന്ന് നോക്കി. ആ നിമിഷത്തിൽ കെയ്റ്റ് ടൈലറോട് പറഞ്ഞു, ലോർഡ് ടൈലർ, ദയവായി ക്ഷമിക്കണം, അങ്ങ് ഒരു അരമണിക്കൂറോട് ക്ഷമിച്ചാൽ മതി. കെയ്റ്റ്, നീ എന്താ പറയുന്നത്? ടൈലർ, ആ ട്രഷർ മാപ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഷർ മാപ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. ടൈലർ, ആ മാപ്പ് ഹെക്ടർ ഡസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ഞാൻ ആ മാപ്പുമായി ഇങ്ങോട്ട് വരാൻ ഡസ്റ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാപ്പുമായി ഇങ്ങോട്ട് വരാൻ ഡസ്റ്റിനോട് നീ പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ ആ മാപ്പുമായി ഇങ്ങോട്ട് വരികയാണെന്നാണോ നീ പറയുന്നത്? ടൈലർ, ഞാൻ അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കെയ്റ്റ്, നീ എന്നെ ഇരയാക്കി ഒരു ഗെയിം കളിക്കാൻ ശ്രമിക്കുകയല്ലേ? ക്ഷമിക്കണം ടൈലർ, എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെക്ടറെ തടവിൽ പിടിച്ച് ഹെക്ടറെ വിടാനായി ആ മാപ്പ് കൊണ്ടുവരാൻ ഡസ്റ്റിനോട് പറഞ്ഞിരിക്കുകയാണ്. ഡസ്റ്റിൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഹേ കെയ്റ്റ്, നീ ആള് കൊള്ളാമല്ലോ, നീ ശരിക്കും കൗശലക്കാരിയാണല്ലോ. ടൈലർ, എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് ടൈലറുടെ സഹായം വേണ്ടി വരും. ഡസ്റ്റിൻ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കണ്ട. ആ മാപ്പ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈ ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ ഞാൻ താങ്ങി നിർത്തും. അതുകൊണ്ട് ഡസ്റ്റിനൊന്നും എനിക്കൊരു വിഷയമല്ല. അങ്ങനെ ടൈലർ പറഞ്ഞ ആ നിമിഷത്തിൽ ഗേറ്റിനടുത്ത് നിന്ന് വളരെ ഉറക്കെ ഒരു ശബ്ദം ആ ഹാളിലേക്ക് കയറി വരികയാണ്. ഇറങ്ങി പോടാ! ശരിക്കും ഉച്ചത്തിൽ അങ്ങനെ ഉറക്ക വിളിച്ചത് സാക്ഷാൽ ഡസ്റ്റിൻ റൈസ് ആണ്. ടൈലറും ടീമും ഇരിക്കുന്ന ആ സ്വീകരണ മുറി വളരെ വിശാലമായ ഒരു ഹാള് തന്നെയാണ്. എന്നാൽ ആ ഹാളിന് പുറത്ത് അതിവിശാലമായ 10,000-കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു കോൺഫറൻസ് ഹാളുണ്ട്. ആ ഹാളിന്റെ വാതിലിന് പുറത്തുനിന്നാണ് ഇപ്പോ ഡസ്റ്റിൻ റൈസിന്റെ ശബ്ദം കേട്ടത്. ഡസ്റ്റിൻ റൈസിന്റെ ശബ്ദം കേട്ട ഭാഗത്ത് ശരിക്കും രസകരമായ രംഗങ്ങൾ അരങ്ങേറുകയാണ്. ഡസ്റ്റിൻ ഗ്രാൻഡ് ഫാമിലിയുടെ ആ വിസ്കൗണ്ട് മാൻഷനിലേക്ക് കയറിയ ആ നിമിഷത്ത് തന്നെ ഡസ്റ്റിനെ തടുക്കാനായി ഒത്തിരി ഗാർഡുകൾ ഓടി വന്നു. ആ ഗാർഡുകൾ അതിവേഗം ഓടി വരുമ്പോൾ ഡസ്റ്റിൻ മുന്നോട്ട് കുതിക്കുകയാണ്. ഡസ്റ്റിൻ ശരിക്കും വേഗത്തിലാണ് അകത്തേക്ക് നടക്കുന്നത്. മുന്നോട്ട് നീങ്ങുന്ന ഡസ്റ്റിനെ തടുക്കാൻ വരുന്ന ആളുകളൊക്കെ ഇരുഭാഗത്തേക്കും തെറിച്ചങ്ങ് പോവുകയാണ്. ഡസ്റ്റിന്റെ പുറത്തു തൊട്ടവന്മാരുടെ കൈ അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ തലയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഡസ്റ്റിൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഡസ്റ്റിൻ ചുമ്മാ മുന്നോട്ട് നടക്കുകയാണ്. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവന്മാർ ഇടിക്കുകയാണ്. ഇടിയാണോ ചവിട്ടാണോ എന്താണ് ഡസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ആർക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു മതമിളകിയ ആന കരിമ്പൻ കാട്ടിലേക്ക് കയറും പോലെ ഡസ്റ്റിൻ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് കയറി വരികയാണ്. ഒരുപാട് ആളുകൾ ആ കോൺഫറൻസ് ഹാളിലുണ്ട്. അകത്ത് സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന ഗ്രാൻഡ് കുടുംബത്തിന്റെയും അതുപോലെ ഹാർമൺ കുടുംബത്തിന്റെ ആളുകൾ ഈ മെയിൻ ഹാളിലേക്കാണ് വരാനുള്ളത്. മെയിൻ ഹാളിൽ മിൽസ്ബർഗിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലർ ഗ്രാൻഡിന്റെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല പ്രമുഖരും ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഗേറ്റിന്റെ അടുത്തുനിന്ന് ഒരു ബഹളവും ഒരു ചെറുപ്പക്കാരന്റെ വരവും ആളുകളൊക്കെ കാണുന്നത്. ശബ്ദം കേട്ട് കോൺഫറൻസ് ഹാളിലെ ആളുകളൊക്കെ എണീറ്റ് ആ രംഗത്തേക്ക് നോക്കുകയാണ്. അവർ അപ്പോഴാ കാഴ്ച കാണുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രംഗമാണ് ആ ആളുകൾ കാണുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഗ്രാൻഡ് കുടുംബത്തിലെ ഗാർഡുകളൊക്കെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ബ്രൈഡൻ ഗ്രാൻഡ് കുറച്ച് ആളുകളുമായി അവിടെ ഓടി വന്നത്. എടാ ഡസ്റ്റിൻ, നിന്നെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബ്രൈഡന്റെ വരവ്. ബ്രൈഡൻ ഗ്രാൻഡും ഡസ്റ്റിൻ റൈസും തമ്മിൽ ഏകദേശം 20 അടി വ്യത്യാസമുണ്ട്. ബ്രൈഡനെ കണ്ടതും ഡസ്റ്റിൻ ഒന്ന് അലറി, ബ്രൈഡൻ, അവരെ പുറത്തുവിടെ. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും
ബ്രൈഡന്റെ പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചു. ലോർഡ് ബ്രൈഡനെ പേരെടുത്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചത്. ആ മുന്നോട്ട് കുതിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട കാണികളൊക്കെ അമ്പരപ്പോടെ അയാളെ നോക്കുകയാണ്. അയാളെ പലർക്കും അറിയാം. അത് സാക്ഷാൽ മാഡ് ഫോക്സ് ആണ്. ഗ്രാൻഡ് കുടുംബത്തിന്റെ ഗുണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് അയാളെ വിളിക്കാം. ഗ്രാൻഡ് കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ ഒഴിപ്പിക്കൽ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന ആള് മാഡ് ഫോക്സ് ആണ്. ആ മാഡ് ഫോക്സ് മുന്നോട്ട് കുതിച്ചത്. ഡസൻ റൈസ് ഈ സമയത്ത് തന്നെ നേരിടുന്ന ആളുകളെയൊക്കെ അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് മാഡ് ഫോക്സ് ഡസ്റ്റിന് മുന്നിലെത്തിയത്. ഗാർഡുകളെ അടിച്ചു തെറിപ്പിക്കുന്ന ഡസ്റ്റിനെ ഒറ്റയടിക്ക് തീർക്കാനുള്ള ദേഷ്യം മാഡ് ഫോക്സിനുണ്ട്. മാഡ് ഫോക്സ് ചാടി ഉയർന്നു ഒരൊറ്റ ആടി. മാഡ് ഫോക്സിന്റെ ആ അടി ഡസൻ റൈസിന്റെ പുറത്ത് പതിക്കും മുമ്പ് ഡസന്റെ കൈ മാഡ് ഫോക്സിന്റെ പുറത്ത് പതിഞ്ഞു. ഡസന്റെ കൈ മാഡ് ഫോക്സിന്റെ പുറത്ത് പതിഞ്ഞതും തൊട്ടു പുറകിലുണ്ടായിരുന്ന ബ്രൈഡനും ആ എൻറ്റയർ സദസ്സും ഒരു നിമിഷത്തേക്ക് നിശബ്ദരായി പോവുകയാണ്. ഡസൻ റൈസിന്റെ അടിയേറ്റ് മാഡ് ഫോക്സ് ഒന്ന് പൊട്ടി. ശരിക്കും ഒരു തണ്ണിമത്തൻ ഒറ്റ ചവിട്ടന് ഒരു ആന പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേ ശൈലിയിൽ ഡസൻ റൈസിന്റെ ഒറ്റ അടിയിൽ മാഡ് ഫോക്സ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ബലം ഡസൻ റൈസ് മാഡ് ഫോക്സിന്റെ പുറത്ത് കൊടുത്തു എന്ന് വ്യക്തമാണ്. ഡസന്റെ സകല ദേഷ്യവും ആ അടിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. അടിയേറ്റ് മാഡ് ഫോക്സ് കഷ്ണം കഷ്ണമായി ചിതറുമ്പോൾ പല കഷ്ണവും ആളുകളുടെ പുറത്തൊക്കെ അങ്ങനെ വീഴുകയാണ്. ബ്രൈഡന്റെ പുറത്ത് രക്തവും മാംസകഷ്ണങ്ങളും വീണു. ശരിക്കും ആ രംഗം ബ്രൈഡനെ ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. ഒരു നിമിഷം ഭയന്നു പോയെങ്കിലും ബ്രൈഡൻ ആ നിമിഷത്ത് തന്നെ ഒരു ഗണ്ണ് വലിച്ചൂരി ഡസൻ നേരെ നിറയൊഴിച്ചു. ശരിക്കും അതിവേഗതയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡസൻ റൈസിന് നേരെ ബ്രൈഡൻ നിറയൊഴിച്ചതും ഡസൻ മുന്നോട്ട് ഓടിയതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് ബ്രൈഡന് മനസ്സിലാകുമ്പോഴേക്കും ഡസൻ റൈസ് ബ്രൈഡന്റെ തൊട്ടു മുന്നിലുണ്ട്. ബ്രൈഡന്റെ തോക്കിരിക്കുന്ന കൈ ഉൾപ്പെടെ ചേർത്ത് ഡസൻ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ആ തോക്ക് ഡസൻ പിടിച്ചെടുത്തു. ആ തോക്ക് പിടിച്ചു വാങ്ങി തറയിലിട്ട് ഒരു ചവിട്ടി ചവിട്ടിയിട്ട് ഡസൻ ബ്രൈഡന്റെ കഴുത്തിലോട്ട് പിടിച്ചു. ഡസൻ ബ്രൈഡനോട് പറഞ്ഞു, ബ്രൈഡൻ, അവരെ പുറത്തു വിട. ഡസൻ റൈസ് ബ്രൈഡന്റെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ പറയുന്ന ആ നിമിഷത്തിലാണ് അകത്ത് നിന്ന് കെയ്റ്റ് ഓടി പുറത്തെത്തുന്നത്. കെയ്റ്റിന്റെ പുറകെ മറ്റാളുകളൊക്കെ ഓടി വരുന്നുണ്ട്. ബ്രൈഡന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ഡസൻ റൈസിനെ കണ്ട കെയ്റ്റ് ആദ്യം ഒന്ന് അമ്പരന്ന് പോയെന്ന് പറയാം. ഡസൻ റൈസ് ഒരു വലിയ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം കെയ്റ്റിന് അറിയാം. പക്ഷെ ഇവിടെ ഈ ഗ്രാൻഡ് കുടുംബത്തിനകത്ത് വന്ന് ഡസൻ ഇത്ര വേഗത്തിൽ ബ്രൈഡന്റെ കഴുത്തിക്കരി പിടിക്കുമെന്ന് കെയ്റ്റ് തീരെ കരുതിയിരുന്നല്ല. ഡസൻ, ബ്രൈഡനെ വിട്! ഒരു ആജ്ഞ കൊടുക്കുന്ന അതേ ശൈലിയിലാണ് കെയ്റ്റ് ആ കാര്യം ആവശ്യപ്പെട്ടത്. അത് കേട്ടതും ഡസൻ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, ഞാൻ പറയുന്നത് കേക്ക്, അവരെ മോചിപ്പിക്കും. ഡസൻ, ഞാൻ വീണ്ടും പറയുന്നു, നീ ബ്രൈഡനെ വിട. അങ്ങനെ പറഞ്ഞിട്ട് കെയ്റ്റ് ഡസനോട് പറഞ്ഞു, ഡസൻ, നീ ചുറ്റും നോക്കി. ഡസന് ചുറ്റും ഇപ്പോൾ ഒത്തിരിയേറെ ഗാർഡുകളുണ്ട്. സകല ഗാർഡുകളും തോക്ക് ഡസന് നേരെ പിടിച്ചിരിക്കുകയാണ്. ഡസന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ആ ഗാർഡുകൾ. ആ കാഴ്ച കണ്ടതും ഡസൻ ബ്രൈഡന്റെ കഴുത്തിൽ വിരലെന്നമർത്തി. ഡസൻ റൈസ് തന്നെ ആളുകൾ വളയുന്നത് മൈൻഡ് ചെയ്യില്ലെന്നും ബ്രൈഡനെ കൊല്ലുമെന്നും ഒരു തോന്നൽ പെട്ടെന്ന് ബ്രൈഡനുണ്ടായി. ഡസൻ, നീ എന്തെങ്കിലും ചെയ്താൽ നീ നിന്റെ കുടുംബം അവസാനിക്കും. ബ്രൈഡൻ, അവസാനിക്കുന്നത് ഇന്ന് ഗ്രാൻഡ് കുടുംബമാണ്. ഡസൻ വളരെ കൂളായിട്ടാ ബ്രൈഡനോട് അതിന് മറുപടി പറഞ്ഞത്. അത് കണ്ടതും കെയ്റ്റ് ഡസനോട് പറഞ്ഞു, ഡസൻ, ബ്രൈഡനെ വിട. കെയ്റ്റ്, ഞാൻ അവരെ വിടാം. പക്ഷെ പകരം നീ തടവിലാക്കിയിരിക്കുന്ന ആളിനെ പുറത്തു വിടണം. ഒരാൾക്ക് പകരം മറ്റൊരാൾ. സമ്മതമാണെങ്കിൽ ഞാൻ വിടാം. അത് കേട്ടതും കെയ്റ്റ് ഡസനോട് പറഞ്ഞു, ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് കെയ്റ്റ് പുറകിൽ നിൽക്കുന്ന ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ആ പ്രായമുള്ള ആളെ കൊണ്ടുപോവാ. കേൾക്കേണ്ട താമസം അവന്മാർ കോറിഡോറിലൂടെ അകത്തേക്ക് ഓടുകയാണ്. അല്പസമയം കഴിഞ്ഞതും അവർ ഹെക്ടറെ പൊക്കി അവിടെ കൊണ്ടുവന്നു. ശരിക്കും ഹെക്ടർ ആ സമയത്ത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് അവിടെ എത്തിയ ട്രെന്റും ടൈലറും ഒക്കെ ആ കാഴ്ച കണ്ടു. ഹെക്ടറുടെ തല മുതൽ കാൽപാദം വരെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അയാളുടെ ശരീരം മുഴുവൻ കത്തി കൊണ്ട് വരഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ട്രെന്റ് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഹെക്ടറുടെ കയ്യിലെയും കാലിലേക്ക് നഖം വലിച്ചു പൊഴുതിരിക്കുകയാണ്. കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ ഇപ്പോഴും രക്തം ഇറ്റി വരുന്നുണ്ട്. ഹെക്ടർക്ക് ജീവൻ ഉണ്ടെന്നേ പറയാൻ പറ്റൂ. ഹെക്ടറെ കണ്ട ഡസൻ റൈസ് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഡസൻ പ്രതീക്ഷിച്ചത് നടാഷിയാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നത് ഹെക്ടറെയാണ്. ഹെക്ടറെ കണ്ടതും ഡസൻ കെയ്റ്റിനോട് ചോദിച്ചു, നടാഷി എവിടെ? ഡസൻ, നിങ്ങൾ പറഞ്ഞത് ഒരാൾക്ക് പകരം ഒരാളെന്നാണ്. നിങ്ങൾ ബ്രൈഡനെ വിട്ടാൽ ഹെക്ടറെ ഞാനും വിടാം. ഹെക്ടറുടെ കണ്ടീഷൻ കണ്ട ഡസൻ പെട്ടെന്ന് ബ്രൈഡനെ വിട്ടു. മറുഭാഗത്തുനിന്ന് കെയ്റ്റിന്റെ ആളുകൾ ഹെക്ടറെ വിട്ടു.
ശരിക്കും ആളുകൾ മുഴുവൻ നിർനിമിഷരായി നോക്കി നിൽക്കുമ്പോൾ ഹെക്ടർ വേച്ച് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഹെക്ടർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഇവിടേക്ക് വരരുതായിരുന്നു. ഡസ്റ്റിൻ റൈസിന്റെ കയ്യിൽ ആ ട്രഷർ മാപ്പ് ഏൽപ്പിച്ചിരിക്കുന്ന ഹെക്ടർക്ക് ഡസ്റ്റിൻ അവിടെ വരുന്നതിന്റെ ഫലമായി ആ ട്രഷർ മാപ്പ് നഷ്ടപ്പെടുമെന്നൊരു ഫീലുണ്ട്. അതുകൊണ്ടാണ് ഡസ്റ്റിനോട് അവിടെ വരണ്ടായിരുന്നുവെന്ന് ഹെക്ടർ പറഞ്ഞത്. ഹെക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് സാവധാനം മുന്നോട്ട് നടക്കുമ്പോൾ ബ്രൈഡൻ ഡസ്റ്റിന്റെ അടുത്തുനിന്ന് ഹെക്ടർക്ക് അടുത്തുകൂടി മുന്നോട്ട് നടക്കുകയാണ്. ഹെക്ടറെ ബ്രൈഡൻ ക്രോസ് ചെയ്തതും ബ്രൈഡൻ അരയിന്ന് കത്തി വലിച്ചൂരി ഹെക്ടറുടെ മുതുകിൽ ആഞ്ഞൊരൊറ്റ കുത്ത്. ശരിക്കും ശക്തമായിട്ടാണ് ബ്രൈഡൻ വലത് കൈകൊണ്ട് ഹെക്ടറുടെ മുതുകിലേക്ക് ആഞ്ഞു കുത്തിയത്. ആ കുത്ത് ശരിക്കും മാരകമായിരുന്നുവെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആ കത്തിയുടെ അറ്റം ഹെക്ടറുടെ നെഞ്ചിലൂടെ പുറത്തു വന്നു. ഡസ്റ്റിൻ റൈസിന്റെ കണ്ണുകൾ ഈ സമയത്ത് കെയ്റ്റിലും ടെയ്ലറിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെക്ടറുടെ മുതുകിലേക്ക് ബ്രൈഡൻ ആ കത്തി വലിച്ചു കുത്തിയത് ഡസ്റ്റിൻ കണ്ടിരുന്നുമില്ല. ശരിക്കും ഡസ്റ്റിൻ നടുങ്ങിയെന്ന് പറയാം. ഹെക്ടറുടെ നെഞ്ചിലൂടെ പുറത്തു വന്നിരുന്ന കത്തി ഹെക്ടർക്കും കാണാം. ആ കത്തിയിലേക്ക് ഒന്ന് നോക്കിയതേ ഉള്ളൂ ഹെക്ടർ. അടുത്ത നിമിഷത്തിൽ ഹെക്ടർ മുന്നോട്ട് വീഴുകയാണ്. മുന്നോട്ട് വീഴുന്നതിനിടയിൽ ഹെക്ടർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എന്റെ മകളെ നോക്കണേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹെക്ടർ താഴേക്ക് വീണത്. ഡസ്റ്റിന് ഹെക്ടർ അടുത്തേക്ക് ഓടി വരാൻ കഴിയും മുമ്പ് ഹെക്ടർ താഴേക്ക് വീണിരുന്നു. താഴേക്ക് ഹെക്ടർ വീണതും ബ്രൈഡൻ കുനിഞ്ഞ് ആ കത്തി അങ്ങ് വലിച്ചൂരി. ഈ നിമിഷത്തിൽ ഡസ്റ്റിൻ റൈസ് ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാം. ഹെക്ടറെ ബ്രൈഡൻ അങ്ങനെ കുത്തിക്കൊല്ലുമെന്ന് സ്വപ്നത്തിൽ പോലും ഡസ്റ്റിൻ കരുതിയിരുന്നല്ല. ഡസ്റ്റിൻ ഓടി ഹെക്ടറിന് അടുത്തെത്തപ്പോൾ ഡസ്റ്റിന് ആ കാര്യം ബോധ്യമായി. ഹെക്ടർ മരിച്ചു കഴിഞ്ഞു. ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആ കാഴ്ച കണ്ടു. ഹാർമൺ കുടുംബത്തിന്റെ തലവനായി എത്രയെങ്കിലും വർഷം ഹാർമൺ കുടുംബത്തെ നയിച്ച ഹെക്ടർ ഹാർമണെ ആ ഹാർമൺ കുടുംബത്തിന്റെ സാരഥികൾ മുഴുവൻ നോക്കി നിൽക്കെ ഗ്രാൻഡ് കുടുംബത്തിലെ ബ്രൈഡൻ ഗ്രാൻഡ് കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കൊലപാതകത്തിന് സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ സഹായി ആയിക്കൊണ്ട് സാക്ഷൽ കെയ്റ്റ് ഹാർമണുമുണ്ട്. ഹെക്ടറുടെ അടുത്തേക്ക് കുനിഞ്ഞ് ഹെക്ടറെ പരിശോധിക്കുന്ന ഡസ്റ്റിനോടായി ബ്രൈഡൻ ഉറക്കെ പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോ ഹെക്ടർ കൊല്ലപ്പെട്ടു. ഇനി നിന്റെ പ്രാണപ്രേയസിയാണ് അടുത്തത്. അവളെ ഞാൻ നിന്റെ കൺമുമ്പിലിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നീ കാണണം. അങ്ങനെ ബ്രൈഡൻ പറഞ്ഞിട്ട് അവന്റെ കത്തി ഒന്ന് തുടക്കുകയാണ്. ശരിക്കും ഒരു ചെറിയ സംഭവം അയാൾ ചെയ്തു എന്ന ഫീലാണ് അയാൾക്കുള്ളത്. പക്ഷെ ആ നിമിഷത്തിൽ ഹെക്ടറുടെ തലയ്ക്ക് മുകളിലൂടെ ഡസ്റ്റിൻ റൈസ് ബ്രൈഡന്റെ തൊട്ടടുത്തെത്തി. ബ്രൈഡന്റെ തൊട്ടടുത്തെത്തിയ ഡസ്റ്റിന്റെ ഒരു കൈ ഇപ്പോ ബ്രൈഡന്റെ തലയിൽ അമർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ബ്രൈഡന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീഴുകയും ചെയ്തു. ശരിക്കും അവൻ ഭയന്നു പോയെന്ന് പറയാം. ഡസ്റ്റിനും അവനും തമ്മിൽ അല്പം ദൂര വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ദൂരമൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഡസ്റ്റിൻ കടന്നിരിക്കുകയാണ്. ഡസ്റ്റിന്റെ വലത് കൈ ബ്രൈഡന്റെ തലയിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട കെയ്റ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, ബ്രൈഡൻ എവിടെ? അത് കേട്ടതും ഡസ്റ്റിൻ അവളോട് പറഞ്ഞു, ഏയ് കെയ്റ്റ്, നിന്റെ അങ്കിളിനെ ഇവൻ മൃഗീയമായി കൊന്നപ്പോ നിന്റെ ഈ ശബ്ദം എവിടെയായിരുന്നു? എന്താ ഹാർമൺ കുടുംബത്തിന്റെ ബന്ധങ്ങളൊക്കെ നീ മറന്നു? ഡസ്റ്റിൻ റൈസിന്റെ ചോദ്യം കെയ്റ്റിനെയും അവൾക്കൊപ്പമുള്ള ട്രെൻഡിനെയൊക്കെ ഒന്ന് അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ അലോസരമൊക്കെ മറന്നുകൊണ്ട് കെയ്റ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല. നീ നിന്റെ കയ്യിലിരിക്കുന്ന ആ ട്രഷർ മാപ്പ് അതുപോലെ ബ്രൈഡനെ വിടുകയും വേണം. അങ്ങനെ കെയ്റ്റ് പറഞ്ഞതും ഡസ്റ്റിൻ ബ്രൈഡന്റെ തലയിൽ ഒന്നുകൂടി അമർത്തി. ഡസ്റ്റിന്റെ കൈ ബ്രൈഡന്റെ തലയിൽ അമരുന്നത് കണ്ടതും കെയ്റ്റ് ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിനെ പിടിക്ക്. കേൾക്കേണ്ട താമസം കുറെ ആളുകൾ ഡസ്റ്റിനെ അങ്ങ് വളഞ്ഞു. അവരുടെയൊക്കെ കയ്യിൽ ഗണ്ണുകളുണ്ട്. ഡസ്റ്റിൻ റൈസിന്റെ നേരെ ആ ആളുകൾ ഗണ്ണ് ഉയർത്തിയ ആ നിമിഷത്തിൽ കെയ്റ്റും ടെയ്ലറും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഡസ്റ്റിൻ റൈസിന്റെ ആ വലത് കൈ കുറച്ചുകൂടി ബലം കൊടുത്തപ്പോൾ ബ്രൈഡന്റെ കണ്ണിലൂടെ രക്തം ഒലിച്ചിറങ്ങുകയാണ്. ആദ്യം കണ്ണിൽ നിന്നാണ് രക്തം വന്നു തുടങ്ങിയത്. അടുത്ത നിമിഷത്തിൽ ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങി തുടങ്ങി. ശരിക്കും ഭീകരമായ ഒരു രംഗത്തിന് ആളുകളൊക്കെ സാക്ഷിയാവുകയാണ്. വിസ്കൗണ്ട് മാൻഷൻ ഗ്രാൻഡ് കുടുംബത്തിന്റെ ഒരു വല്ലാത്ത പ്രസ്റ്റീജ് പ്ലേസ് ആണ്. അവിടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഗ്രാൻഡ് കുടുംബത്തിന്റെ ടെയ്ലറുടെ അനുജൻ ബ്രൈഡന്റെ തലയിൽ അങ്ങനെ കൈവച്ച് രക്തം വരുത്തുമെന്ന് അവരെങ്ങനെ കരുതുക? ആ ചിന്ത പലരുടെയും മനസ്സിലേക്ക് വന്നതും പ്രതികരണവും അതനുസരിച്ച് ഉണ്ടാവുകയാണ്. ഏയ്, എന്തായി ചെയ്യുന്നത്? ആരായവൻ? പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായതും കെയ്റ്റ് അതിനനുസരിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിലാണ് കെയ്റ്റിന്റെ കൺമുന്നിൽ ആ കാഴ്ച ഉണ്ടാവുന്നത്.
ഒരു വൻ സ്ഫോടനത്തോടു കൂടി ബ്രൈഡന്റെ തല അന്ന് പൊട്ടി. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ രംഗം. ഡസൻ റൈസ് ബ്രൈഡന്റെ തല ഒന്ന് പിടിച്ച് ഞെക്കിപ്പോ ആ തല അങ്ങ് പൊട്ടുകയായിരുന്നു. പൊട്ടിച്ചിതറി ആ തല കഴുത്തിൽ നിന്ന് അടർന്ന് വീഴുമ്പോൾ ബ്രൈഡൻ എന്ന വിളി പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഡസൻ നിങ്ങൾ എന്തായി ചെയ്തത്? ആ ചോദ്യം കേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഗ്രാൻഡ് കുടുംബത്തിലെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അതിഥികളൊക്കെയും ഞെട്ടിത്തിരിച്ച ആ കാഴ്ച കാണുന്നത്. വിവാഹ നിശ്ചയത്തിലെ വരന്റെ അനുജൻ ബ്രൈഡന്റെ തലയാണ് പൊട്ടി ചിതറിയിരിക്കുന്നത്. ശരിക്കും വിശ്വസിക്കാനാവാത്തൊരു കാഴ്ച. ഒരാൾക്ക് അയാളുടെ സ്വന്തം കൈകൊണ്ട് ഒരാളുടെ തല ഇതുപോലെ ചിതറിപ്പിക്കാൻ കഴിയുമെന്ന് അവരാദ്യമായിട്ടാണ് കാണുന്നത്. ഒരു മുട്ടയിൽ അതിശക്തമായി അവൾ പ്രസ് ചെയ്യുമ്പോൾ മുട്ട പൊട്ടും പോലെ ഇവിടെ തല പൊട്ടിയിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് നിശബ്ദനായി നിൽക്കുകയാണ് സാക്ഷാൽ ടൈലർ ഗ്രാന്റ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച അയാൾ കാണുകയാണ്. പെട്ടെന്നാണ് ഡസൻ റൈസ് തറയിൽ വീണ ബ്രൈഡന്റെ ബോഡിയെ ആഞ്ഞൊന്ന് അടിക്കുന്നത്. ഫുട്ബോൾ തട്ടും പോലെ ആ ബോഡിയിൽ ഡസൻ റൈസ് ആഞ്ഞൊന്ന് തട്ടിയതും ആ ബോഡി തറയുന്ന് അങ്ങ് ഉയർന്നു. തലയില്ലാത്ത ആ ബോഡി ശരിക്കും അതിവേഗതയിൽ കൃത്യം ടൈലർ ഗ്രാന്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞു ചെല്ലുകയാണ്. ആ ബോഡി ആകാശത്തോട് പായുമ്പോൾ കഴുത്തിൽ നിന്ന് രക്തം ഈറ്റിട്ട് തറ വീഴുന്നുണ്ട്. ബുള്ളറ്റ് പോലെ ആ ബോഡി ടൈലർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ടൈലർ കൈ ഉയർത്തി ആ ബോഡിയിൽ ഒരു അച്ചയിടി. ഡസൻ റൈസ് കൊന്നത് ബ്രൈഡിനെയാണ്. പക്ഷെ ഇവിടെ ടൈലർ സ്വന്തം അനുജന്റെ ബോഡിയിലേക്ക് ഒരു ദാക്ഷിണ്യമില്ലാതെ ആഞ്ഞിടിച്ചിരിക്കുകയാണ്. ആ ഇടി ബ്രൈഡിന്റെ ബോഡി പതിച്ചതും ആ ബോഡി ചെറു ചെറു കഷ്ണങ്ങളായി ചിതറി. ശരിക്കും ചുറ്റും നിൽക്കുന്ന ആളുകളുടെ പുറത്തൊക്കെ രക്തത്തുള്ളികളും മാംസകഷ്ണങ്ങളും ചിതറി വീഴുകയായിരുന്നു. ആ ചിതറി വീണ രക്തത്തിൽ ചില തുള്ളികൾ ടൈലറുടെ ഡ്രസ്സിലും വീണിട്ടുണ്ട്. ടൈലർ അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് പുറത്തെടുത്തു. ഒരു വെളുത്ത കർച്ചീഫ്. ആ കർച്ചീഫ് കൊണ്ട് അയാൾ വളരെ സാവധാനം ശ്രദ്ധാപൂർവം അയാളുടെ കൈയും ആ കോട്ടിൽ രക്തം വീണ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു. ടൈലറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒരു സ്ലോ മോഷനിലാണ് സംഭവിക്കുന്നത്. ഇതേ സമയത്ത് ആ എൻ്റെ സദസ്സ് ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. സാക്ഷാൽ ബ്രൈഡൻ ഗ്രാന്റിന്റെ ഡെഡ് ബോഡിയാണ് ടൈലർ ഇടിച്ച് നാമവിശേഷമാക്കിയത്. ദേഹം ഒന്ന് തുടച്ചിട്ട് ആ കർച്ചീഫ് ദൂരേക്കെറിഞ്ഞ ടൈലർ ഡസ്റ്റർ നോക്കി ഡസ്റ്ററോടായി പറഞ്ഞു, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. നിന്നെ ഒരുപാട് നാളായി ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ അന്ത്യം ഇപ്പോ ഇവിടെ സംഭവിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ടൈലർ ഒന്ന് കൈകൊട്ടിയതും ഒത്തിരി ഗാർഡുകൾ ഡസ്റ്റിനെ അങ്ങ് വളഞ്ഞു. ശരിക്കും ഒരു സംഘർഷ ഭൂമിയായി ആ സ്ഥലം മാറുകയാണ്. ഡസ്റ്റിനെ ആ ഗാർഡുകൾ വളഞ്ഞ ആ നിമിഷത്തിൽ ഗ്രാൻഡ് കുടുംബത്തിന്റെ ആ വാതിലിലൂടെ ആളുകൾ ഇരച്ചു കയറി. ഓടി വരുന്ന ആളുകളുടെ കയ്യിലേക്ക് തോക്കും വാളൊക്കെ ഉണ്ട്. ഓടിയെത്തിയത് കിരൺ ഗ്യാങ് ആണ്. അവരുടെ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ കോർലിയസ് ആണ്. ആ ടീം ടൈലറുടെ ആ ടീമിനെ അങ്ങ് വളഞ്ഞു. അത് കണ്ടതും ടൈലർ ഡസ്റ്റോട് പറഞ്ഞു, ഡസൻ, ഈ ഗുണ്ടകൾ നിനക്ക് വലിയ സംഭവമായിരിക്കും, പക്ഷേ ഈ ഗുണ്ടകളൊന്നും ഇവിടെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ടൈലർ പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് ചേർന്നാലോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് കുറെ ആളുകൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാം ഏകദേശം ഒരു 50 വയസ്സോളം അടുപ്പിച്ച് പ്രായം വരും. അവര് നീളമുള്ള കോട്ടൊക്കെ ധരിച്ചാ വരുന്നത്. ആ ആളുകൾ അകത്തേക്ക് കയറി വരുത്ത കണ്ടതും സന്ദർശകർക്കൊക്കെ ശരിക്കും ഒരു അത്ഭുതം തോന്നുകയാണ്. അകത്തേക്ക് കയറി വന്ന ആളുകളെ നയിക്കുന്നത് സാക്ഷാൽ മാജിക് ഡോക്ടർ മാന്ത്രികനായ ലിൻഡൻ വാറ്റ്കിനാണ്. സ്റ്റെയിൻറേ വാലിയിലെ ആ സ്റ്റെയിൻറേ ഓർഡറിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ എത്തിയിരിക്കുന്നത്. ഒരു വൻ ടീം. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ നയിച്ച ഒരു ടീം കയറി വരുന്ന കണ്ടപ്പോൾ ടൈലറും കേറ്റും ഉൾപ്പെടെ സകല ആളുകൾക്കും ഒരു വല്ലാത്ത അമ്പരപ്പ്. കിരൺ ഗ്യാങ്ങിന്റെ ഗുണ്ടകളെ നേരിടാൻ ഗ്രാൻഡ് കുടുംബത്തിലെ ഗാർഡുകളെ ഇറക്കാമെന്ന് ടൈലറും അതുപോലെ കേറ്റും നിശ്ചയിച്ച ആ നിമിഷത്തിലാണ് സ്റ്റോൺറേ വാലിക്കാർ അകത്തേക്ക് വരുന്നത്. സ്റ്റോൺറേ വാലിക്കാർ മാർഷൽ ആർട്ടിസ്റ്റുകളൊന്നും അല്ല, പക്ഷേ അവർക്ക് ബെലോർമയിലെ പലരെയും സ്വാധീനിക്കാൻ പറ്റും. ബെലോർമയിലെ ഏതൊരു വ്യക്തിയും അവസാന ആശ്രയമായി കാണുന്നത് സ്റ്റോൺറേ വാലിയിലെ ആ ഹോസ്പിറ്റലുകളെയാണ്. ശരിക്കും അമാനുഷികരായ ഡോക്ടേഴ്സിന്റെ വൻ ശൃംഖലയാണ് സ്റ്റോൺറേ വാലിയിലുള്ളത്. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഭൂമിയിൽ മറ്റാർക്കും പറ്റില്ല എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏത് രോഗിയും അവസാനം എത്തുന്നത് സ്റ്റോൺറേ വാലിയിലാണ്. വലിയ വലിയ പണക്കാരും സ്വാധീനമുള്ള ആളുകളും വൻ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകളും ഒക്കെ സ്വാഭാവികമായും സ്റ്റോൺറേ വാലിയുമായി നല്ല അടുപ്പത്തിലാണ്. ആ ആളുകളുമായി ബന്ധമുള്ള സ്റ്റോൺറേ വാലിയുടെ സാക്ഷാൽ മജീഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ നയിക്കുന്ന സേനയാണ് അവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരാരും അടിയുണ്ടാക്കാൻ വന്നവരല്ല, പക്ഷേ അവർ അവിടേക്ക് കടന്നു വന്നുടൻ ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ ഉറക്കെ
ടൈലറോട് പറഞ്ഞു, മിസ്റ്റർ ടൈലർ, നിങ്ങൾ നടാഷയെ മോചിപ്പിക്കണം. നടാഷയെ മോചിപ്പിക്കണമെന്ന് ലിൻഡൻ വാറ്റ്കിൻ പറഞ്ഞപ്പോൾ ഞെട്ടിയത് ടൈലർ കൂടിയാണ്. ടൈലർ തന്റെ അടുത്ത് നിൽക്കുന്ന കെയ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, നീ എന്താ ചെയ്തേ? ടൈലർ, ക്ഷമിക്കണം, നടാഷയെ പിടികൂടാതെ കാര്യം നടക്കില്ലായിരുന്നു. അങ്ങനെ കെയ്റ്റ് പറഞ്ഞതും ഇടത് കൈകൊണ്ട് ടൈലർ കെയ്റ്റിന്റെ കവിളിൽ ആഞ്ഞൊരൊറ്റ ആടി. അടിയേറ്റ് കെയ്റ്റ് 2 സ്റ്റെപ്പ് മുന്നോട്ട് മറിഞ്ഞു. അടിയേറ്റെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് നേരെ നിൽക്കുകയാണ്. ശരിക്കും കല്യാണത്തിന്റെ അന്ന് വരന്റെ കയ്യിൽ നിന്ന് ഈ ശൈലിയിൽ തല്ലു വാങ്ങുക എന്നുള്ളത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കി കെയ്റ്റിനെ ടൈലർ പരസ്യമായി തല്ലിയായിരുന്നു. ഏയ്, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. നടാഷ ഹാർമനെ തൊടാൻ പാടില്ല എന്നുള്ള കാര്യം ടൈലർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. നടാഷയുടെ ഗ്രാൻഡ് ഫാദർ ടൈലർക്ക് തൊടാൻ പറ്റാത്ത ഒരാളാണ്. സ്റ്റോണിയയിൽ വളരെ ഉയർന്ന ഔദ്യോഗിക പൊസിഷനിലിരിക്കുന്ന ആ വ്യക്തി ഈ വിവരം അറിഞ്ഞാൽ സംഭവം പ്രശ്നമാകുമെന്ന് ടൈലർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നടാഷയെ തൊടാൻ ടൈലർ വിസമ്മതിച്ചത്. ടൈലറോട് ചോദിക്കാതെ നടാഷയെ കെയ്റ്റ് തടവിലാക്കിയെന്നുള്ളത് ഇപ്പോ പകൽ പോലെ വ്യക്തമാണ്. കെയ്റ്റിനെ ടൈലർ തല്ലുന്നത് സ്വാഭാവികമായിട്ടും ലിൻഡൻ വാറ്റ്കിനും ഡസ്റ്റിൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടു. ലിൻഡൻ ടൈലറുടെ മുഖത്തേക്ക് നോക്കിയതും ടൈലർ ലിൻഡനോട് പറഞ്ഞു, ഡോക്ടർ വാറ്റ്കിൻ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങേപ്പോലെ ഒരാൾ ഇവിടെ വന്ന് ഈ ശൈലിയിൽ ചോദിക്കുന്നതിന് ശരിയല്ല. മിസ്റ്റർ ടൈലർ, ഡസ്റ്റിൻ ഞങ്ങളുടെ സ്റ്റോൺറേ വാലിയിലെ സീനിയർ ഡോക്ടറാണ്. ഡസ്റ്റിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും ഇടപെടും. അങ്ങനെ പറഞ്ഞിട്ട് വാറ്റ്കിൻ ഡസ്റ്റിന് അടുത്തേക്ക് വന്ന് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഏയ് ഇല്ല ഡോക്ടർ, സമയത്ത് ഡോക്ടർ വന്നത്. ഇപ്പോ കെയ്റ്റ ഒന്ന് ഞെട്ടിയത്. ഡസ്റ്റിൻ റൈസ് കുറച്ച് അടിയും തടയൊക്കെ അറിയുന്ന ആളാണ്, ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അങ്ങനെയൊക്കെ ഒരു ധാരണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെയ്റ്റ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഡസ്റ്റിൻ അവൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തൊരു ഇമേജ് ഉള്ള ആളാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് കെയ്റ്റ് അറിയുന്നത്. സ്റ്റോൺറേ വാലിയിലെ സീനിയർ ഡോക്ടറാണ് പോലും ഡസ്റ്റിൻ റൈസ്. അവളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുന്ന ഒരു അറിവാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസിന് അടുത്തേക്ക് നീങ്ങി നിന്ന ലിൻഡൻ ഒരിക്കൽ കൂടി ടൈലറോട് പറഞ്ഞു, ടൈലർ, ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ നടാഷയെ മോചിപ്പിക്കണം. അത് കേട്ടതും ടൈലർ വാറ്റ്കിനോട് പറഞ്ഞു, ഡോക്ടർ, സോറി, ഇവിടെ അങ്ങനെ ഒരാളില്ല. ഞാനെന്തിനാ നടാഷയെ തടവിലാക്കണം? നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയത് എന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ്. നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ കരുതിയത് എന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയതാണെന്നാണ്. നിങ്ങളിപ്പോ നടാഷിന്റെ കാര്യമാണ് പറയുന്നത്. സത്യമായിട്ടും ആ കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല. ഏയ് ടൈലർ, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം വ്യക്തമാണ്. നടാഷ ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. അങ്ങനെ വാറ്റ്കിൻ പറഞ്ഞതും കെയ്റ്റ് ഉറക്കെ വാറ്റ്കിനോട് പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൂ. അങ്ങനെ കെയ്റ്റ് പറഞ്ഞതും ആ ഹാളിലേക്ക് കടന്നുകൊണ്ട് ഒരാൾ ഉറക്കെ പറഞ്ഞു, ഓക്കെ, ഞാൻ കൂടി ഇടപെട്ടാലോ? ശരിക്കും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ ആളുകളൊക്കെ അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. അങ്ങോട്ട് കടന്നു വന്നത് സാക്ഷാൽ ലോർഡ് സിനോസ് ആണ്. ബെലാർമ മേഖലയിലെ സകല അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്നത് ഗവർണറിലാണ്. ആ ഗവർണറാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത്. ലോർഡ് സിനോസ് നടന്ന് ഡസ്റ്റിന് അടുത്തെത്തി. ഡസ്റ്റിനോട് ചോദിച്ചു, ബ്രദർ ഡസ്റ്റിൻ, ഞാൻ താമസിച്ചില്ലോ? ഇല്ല ലോർഡ് സിനോസ്, കറക്റ്റ് സമയത്ത് അങ്ങ് വന്നത്. ലോർഡ് സിനോസും അതുപോലെ തന്നെ സ്റ്റോൺറേ വാലിയിലെ ആ ഡോക്ടേഴ്സും ഒക്കെ യഥാർത്ഥത്തിൽ ഡസ്റ്റിൻ റൈസിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി സഫേർ ലോഡ്ജിൽ എത്തിയവരാണ്. സഫേർ ലോഡ്ജിലേക്കുള്ള യാത്രക്കിടയിൽ അവർ ഡസ്റ്റിൻ ഗ്രാൻഡ് കുടുംബത്തിലേക്ക് പോയ കാര്യം അറിഞ്ഞിട്ട് അവിടേക്ക് അന്വേഷിച്ചു വന്നതാണ്. വഴിക്ക് വെച്ച് അവരെല്ലാം വിവരം ശേഖരിച്ചിട്ടുണ്ട്. ജോർജ് സിനോസിനെ കണ്ടതും സ്വാഭാവികമായും ടൈലർ ഒന്ന് ഞെട്ടിയെന്ന് പറയാം. സദേൺ മേഖലയിലെ മുഴുവൻ ഭരണവും കൈയാളുന്നത് ജോർജ് സിനോസാണ്. ലോർഡ് സിനോസിനെ കണ്ടപ്പോൾ ആ എൻ്റെ സദസ്സും വല്ലാതെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഡസ്റ്റിനടുത്തേക്ക് ലോർഡ് സിനോസ് വന്ന് നിന്നപ്പോൾ കെയ്റ്റും വല്ലാണ്ട് വിരണ്ടിരിക്കുകയാണ്. ട്രെന്റും അയാൾക്കൊപ്പമുള്ള ഹാർമൺ കുടുംബമൊക്കെ ആകെ വിരണ്ടു എന്ന് പറയാം. അവരാരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ലോർഡ് സിനോസ് ടൈലറോട് പറഞ്ഞു, ടൈലർ, ഞാൻ ആവർത്തിക്കണ്ടല്ലോ, ഏയ് ടൈലർ, ഡസ്റ്റിന്റെ ഗേൾഫ്രണ്ടിനെ മോചിപ്പിക്കുക. അത് കേട്ടതും ടൈലർ ലോർഡ് സിനോസിനോട് പറഞ്ഞു, സർ, ലോർഡ് സിനോസ്, അങ്ങ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സർ, ഞാൻ ആരെയും തടവിലാക്കിയിട്ടില്ല. ഇത് ആരോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുണ്ടാക്കിയതാണ്. ഏയ് ടൈലർ, നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് ധരിക്കരുത്. നീയും നിന്റെ കുടുംബവും ചേർന്ന് ഹാർമ കുടുംബത്തിലെ ഹെക്ടറെ കൊന്നതും അദ്ദേഹത്തിന്റെ മകളെ തടവിലാക്കിയതും ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയാൽ
അത് തെറ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, നീ എത്രയും പെട്ടെന്ന് നടാഷെ മോചിപ്പിക്കുക. സർ, അങ്ങ് ക്ഷമിക്കണം. അങ്ങ് എന്നെക്കാൾ മുകളിൽ ഉദ്യോഗമുള്ള ആളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അങ്ങ് ഒരു കാര്യം മറന്നുപോകുന്നു. അങ്ങക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല എന്നുള്ള കാര്യം. എന്നെ നിയമിച്ചിരിക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രിയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അധികാര പരിധിയിലാണ് ഞാൻ പെടുക. അവിടെ അങ്ങക്ക് ഒരു റോളും ഇല്ല എന്നുള്ളത് അങ്ങ് മറന്നുപോകരുത്. ലോർഡ് സിനോസ് ബെലോർമ മേഖലയിലെ സകല പൊളിറ്റിക്കൽ അധികാരവും മിലിറ്ററിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സൈന്യത്തിലെ ജനറലായ ടൈലർ ഗ്രാൻഡിനെ നിയമിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നേരിട്ടാണ്. നിയമനം നടത്തിയ ആൾക്കാർക്ക് മാത്രമേ നിയന്ത്രണ അധികാരവുമുള്ളൂ. ലോർഡ് സിനോസ് സദേൺ മേഖലയിലെ സംഭവമാണെന്ന് പറഞ്ഞാലും ടൈലറെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് ടൈലർ പറഞ്ഞു വരുന്നത്. അങ്ങനെ ടൈലർ പറഞ്ഞതും ഉറക്കെ ഒരു മുഴക്കമുള്ള ശബ്ദം ഒരിക്കൽ കൂടി കേട്ടു. ടൈലർ, ഞാൻ കൂടി ചേർന്നാലോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ അകത്തേക്ക് വരികയാണ്. ശരിക്കും നല്ല പ്രായമുള്ള ഒരു വൃദ്ധനാണ് അകത്തേക്ക് വരുന്നത്. ആ വൃദ്ധനെ പക്ഷെ നമ്മൾ അറിയും, അത് സാക്ഷാൽ ജനറൽ മറയാണ്. ജനറൽ ക്രിസ്റ്റഫർ മറേ അകത്തേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ശരിക്കും മെജസ്റ്റിക് സ്റ്റെപ്പുകളിലൂടെ ക്രിസ്റ്റഫർ മറേ അകത്തേക്ക് അങ്ങനെ വരുന്നത് കണ്ട നിമിഷത്തിൽ ആളുകളൊക്കെ രണ്ട് ഭാഗത്തേക്ക് വഴിമാറുകയാണ്. ക്രിസ്റ്റഫർ മറേ കൂടി അകത്തേക്ക് വരുന്ന കണ്ട കേറ്റ് അറിയാതെ തലയെ കൈവച്ച് പോവുകയാണ്. ക്രിസ്റ്റഫർ മറേ ടൈലറോട് എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അതിന്റെ അർത്ഥം ടൈലറോട് എതിർപ്പ് ക്രിസ്റ്റഫർക്ക് ഉണ്ടെന്നാണ്. ജനറൽ മറേ ഡെസിനടുത്തേക്ക് നടന്നു വരുന്ന കണ്ടപ്പോ ടൈലർ ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ലോർഡ് സിനോസ് ഇത് രണ്ടാമത്തെ തവണയാണ് ടൈലറുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത്. നേരത്തെ ഹാർമൺ കുടുംബത്തിൽ വെച്ചുള്ള ടൈലറുടെ വിവാഹ നിശ്ചയം പൊളിച്ചടുക്കിയതിൽ ഗവർണർ സിനോസിന് നല്ല പങ്കുണ്ട്. ഇപ്പൊ ഇതാ വീണ്ടും സിനോസ് അതേ രംഗം ആവർത്തിക്കാനായി എത്തിയിരിക്കുകയാണ്. ഈ സിനോസിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ടൈലർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനറൽ ക്രിസ്റ്റഫർ മറേ രംഗത്തേക്ക് വരുന്നത്. ക്രിസ്റ്റഫർ മറേ ഡെസ്റ്റിനടുത്തെത്തി ഡെസ്റ്റിനോട് പറഞ്ഞു, ഡെസ്റ്റിൻ, ഞാൻ താമസിച്ചില്ലല്ലോ? സാർ, ഒരിക്കലുമില്ല, അങ്ങ് റൈറ്റ് ടൈമിലാണ് എത്തിയത്. ജനറൽ ക്രിസ്റ്റഫർ മറയും ഡെസ്റ്റിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി സഫേർ ലോഡ്ജിലേക്ക് തിരിച്ചതാണ്. വഴിക്ക് വെച്ച് വിവരം അറിഞ്ഞ ക്രിസ്റ്റഫർ മറേ ഗ്രാൻഡ് കുടുംബത്തിലേക്ക് എത്തിയെന്ന് മാത്രം. ക്രിസ്റ്റഫർ ടൈലർ നേരെ തിരിഞ്ഞ് ടൈലറോടായി പറഞ്ഞു, ടൈലർ, ഈ സംഭാഷണങ്ങളൊക്കെ ഞാനും കേട്ടു. ഞാൻ ആവർത്തിക്കുന്നു, ഡെസ്റ്റിന്റെ ഗേൾ ഫ്രണ്ടിനെ നീ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവളെ തുറന്നുവിട. സർ മറേ, അങ്ങ് എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരു കാരണവശാലും ഞാനത് ചെയ്യത്തില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ടൈലർ, നീ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ഇവിടെ ആർക്കും വിശ്വാസമില്ല. ഒന്നുകിൽ നീ നടാഷയെ തുറന്നുവിടണം, അല്ലെങ്കിൽ ഞങ്ങളെ സെർച്ച് ചെയ്യാൻ അനുവദിക്കണം. ശരിക്കും കരുത്തുള്ള ശബ്ദത്തിൽ ജനറൽ ക്രിസ്റ്റഫർ മറേ അങ്ങനെ പറഞ്ഞതും വളരെ മുഴക്കത്തിൽ ഒരു ശബ്ദം അതിന് മറുപടി പറയുകയാണ്. ജനറൽ മറേ, അത്ര ധിക്കാരം വേണമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഗ്രാൻഡ് കുടുംബത്തിന്റെ മാൻഷനകത്ത് നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. നല്ല വെളുത്ത തലമുടിയുള്ള ഒരാളാണ് പുറത്തേക്ക് വന്നത്. അയാളെ കണ്ടതും ഗ്രാൻഡ് കുടുംബക്കാർക്കൊക്കെ ഭയങ്കര ആവേശം. ടൈലർ കണ്ട സന്തോഷത്തോടെയാണ് അയാളെ സംബോധന ചെയ്തത്. ഗ്രാൻഡ് പേ എത്തിയോ? അവന്റെ വിവാഹ നിശ്ചയത്തിന് ഗ്രാൻഡ് പേയെ അവൻ ഇൻവൈറ്റ് ചെയ്തിരുന്നതാണ്. അവന്റെ ഗ്രാൻഡ് പ എത്തിയ കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. ഹേയ് ടൈലർ, നിന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ എത്താതിരിക്കൂ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആ മനുഷ്യൻ ജനറൽ മറേയും ലോർഡ് സിനോസിനെയും കൂടെ നിൽക്കുന്ന ആളുകളേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജനറൽ മറയോടായി പറഞ്ഞു, മിസ്റ്റർ മറേ, നിങ്ങളെന്താ ഈ വിസ്കോൺ മാൻഷനിൽ കയറി എന്തും ചെയ്യാം എന്ന് ധരിച്ചിരിക്കുകയാണോ? അത് കേട്ടതും മറേ ആ മനുഷ്യനോട് പറഞ്ഞു, ലോർഡ് തേഡിയസ് അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവിടെ തെറ്റ് ചെയ്തത് ഞങ്ങൾ ആരുമല്ല, നിങ്ങളുടെ ചെറുമകനാണ്. അയാൾ എന്റെ സുഹൃത്തിന്റെ ഗേൾ ഫ്രണ്ടിനെ ഇവിടെ തടങ്കലാക്കിയിരിക്കുകയാണ്. അയാളെ വിട്ടുകിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മിസ്റ്റർ മറേ, നിങ്ങൾ ആരോപണങ്ങൾ വെറുതെ ഉന്നയിക്കരുത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ടൈലർ, ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഗ്രാൻഡ് പാ, ആ പറയുന്നത് 100% കള്ളമാണോ? ഇവിടെ ഞങ്ങൾ ആരെയും തടവിലിട്ടിട്ടില്ല. മറേ, കേട്ടല്ലോ, ഇവിടെ ആരെയും തടവിലിട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് പോവാം. മിസ്റ്റർ തേഡിയസ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചങ്ങ് ഉത്തരവിടുകയാണോ? ലോർഡ് സിനോസും അതുപോലെ ജനറൽ മറേ ഉൾപ്പെടെയുള്ള ആ ടീം ശരിക്കും ഞെട്ടിപ്പോകുന്ന ശൈലിയിലാണ് വിസ്കോൺ മാൻഷനിലെ ആ ലോർഡ് തേഡിയസ് അയാളുടെ അഭിപ്രായം പറഞ്ഞത്. ലോർഡ് തേഡിയസ് ആണ് യഥാർത്ഥത്തിൽ ഗ്രാൻഡ് കുടുംബത്തെ ഇന്ന് കാണുന്ന ആ പവറിൽ എത്തിച്ചത്. അയാൾ ശരിക്കും ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ്. അയാൾക്കുള്ള കണക്ഷൻസ് അങ്ങ് രാജകുടുംബം വരെയുണ്ട്. രാജകുടുംബവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ വരെ ലോർഡ് തേഡിയസിനുണ്ട്. അതിൻ്റെതായ ഒരു പവർ ലോർഡ് തേഡിയസിന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ ഉണ്ട്. മിസ്റ്റർ മറേ,
നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഞാൻ കേട്ടു. നിങ്ങളുടെ ആവശ്യം ഇവിടെ തടങ്കിൽ ആളെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ വിടണമെന്നാണ്. ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം, നടക്കില്ല. രണ്ടാമത്തെ ആവശ്യം നിങ്ങൾ ഉന്നയിച്ചത് ഞാൻ കേട്ടു, ഈ വീട് കയറി ഒന്ന് സെർച്ച് ചെയ്യണമെന്ന്. അതിന്റെ ഉത്തരവും വ്യക്തമാണ്, നടക്കില്ല. അപ്പോ ഉത്തരങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് ഇനി നിങ്ങളിവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പോകാം. ലോർഡ് തേഡിയസ്, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ പോകാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്റെ കരുത്തിനെ അങ്ങനെ കുറച്ച് കാണുകയാണ്. ക്രിസ്റ്റഫർ മറേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കരുത്തിനെ കുറച്ച് കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ ഞാൻ സത്യത്തിൽ ഒരു അവസരം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ലോർഡ് തേഡിയസ് ഒന്ന് കൈയടിച്ചതും ആ ബിൽഡിങ്ങിന്റെ ബാൽക്കണിയിൽ നിന്ന് ഒരാൾ പറന്ന് താഴേക്കിറങ്ങി. അക്ഷരാർത്ഥത്തിൽ അയാൾ പറന്നിറങ്ങിയാണെന്ന് തന്നെ പറയാം. അയാൾ ജമ്പ് ചെയ്തപ്പോൾ പൂ പോലെ വന്ന് താഴെ നിൽക്കുകയാണ്. ആ മനുഷ്യൻ താഴെ വന്ന് നിന്നതും ജനം ആർത്ത് വിളിക്കുകയാണ്. അവർക്കറിയാം അയാളെ 5 അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പേരിലാണ് ബെലാർമ അറിയപ്പെടുന്നത്. അതിൽ ഒരാൾ സാക്ഷാൽ പോൾ ഹില്ലാണ്, രണ്ടാമൻ മിഖായിൽ റോബിൻസൺ, മൂന്നാമത്തത് റൊണാൾഡ് റീഡ്സ്. ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത് 4ാമത്തെ ആളാണ്, സാക്രേ ഗ്രേവ്സ്. സാക്രേ ഗ്രേവ്സ് അവിടെ നിന്നതും ലോർഡ് തേഡിയസ് ജനറൽ മറയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനല്ലേ താല്പര്യം? ദാ ഞാൻ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരാളെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. ആളെ അറിയാമല്ലോ. സാക്രേ ഗ്രേവ്സിനെ ചൂണ്ടി അങ്ങനെ ക്രിസ്റ്റഫർ മറയോട് ലോർഡ് തേഡിയസ് പറഞ്ഞപ്പോൾ ജനറൽ മറയ്ക്ക് ഒരു മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ജനറൽ മറയും ലോർഡ് സിനോസ് ഉൾപ്പെടെ സകലരും ഒന്ന് പരുങ്ങുകയാണ്. അവർക്ക് ആർക്കും തന്നെ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ സാക്രേ ഗ്രേവ്സുമായി ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. സാക്രേ ഗ്രേവ്സ് എല്ലാവരും നോക്കിയിട്ട് ഉറക്കെ അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ലോർഡ് തേഡിയസ് പറഞ്ഞ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോ പറയാം. നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതുമാകാം. നിങ്ങൾക്ക് ലോർഡ് തേഡിയസിന്റെ അഭിപ്രായത്തിൽ എതിരഭിപ്രായം ഇല്ലെങ്കിൽ സ്ഥലം വിടാം. ഈ വിവാഹ നിശ്ചയത്തിൽ ക്ഷണിക്കാതെ ആളുകൾ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളെ ക്ഷണിക്കാതെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ സ്ഥലം വിടണം. സാക്രേ ഗ്രേവ്സിന്റെ ആ മുഴക്കമുള്ള ശബ്ദം വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യം പറയുകയാണ്. സാക്ഷാൽ ഗവർണർ സിനോസ് ആണെങ്കിലും പ്രൊട്ടക്ടർ ഓഫ് ഡ്രാഗൺ മാർഷ് എന്നറിയപ്പെട്ടിരുന്ന ജനറൽ ക്രിസ്റ്റഫർ മറയാണെങ്കിലും ക്ഷണിക്കപ്പെടാതെ അവിടെ എത്തിയവരാണ്. അവർ വേഗം സ്ഥലം വിടണം. അവർ മാത്രമല്ല, സ്റ്റോൺറേ വാലിയിലെ ഡോക്ടേഴ്സും ഡെസൻഡൈസും ആ കിരിൻ ഗാങ്ങും ഒക്കെ സ്ഥലം വിടണമെന്നാണ് സാക്രേ ഗ്രേവ്സിന്റെ ആവശ്യം. സാക്രേ അത് പറഞ്ഞതും ഒരു ലേഡിയുടെ ശബ്ദം പെട്ടെന്ന് കേട്ടു. മിസ്റ്റർ സാക്രേ, നിങ്ങളോടൊന്ന് ഫൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ലേഡി അകത്തേക്ക് വന്നു. ചുവന്ന ട്രാക്ക് സൂട്ട് അണിഞ്ഞ സിൽവർ തലമുടിയുള്ള ആ സുന്ദരി അകത്തേക്ക് വരുന്ന കണ്ടതും ടൈലർ ഒന്ന് നടുങ്ങി. ടൈലറുടെ ബ്ലാക്ക് പാന്തർ ആർമിയുടെ തലപ്പത്തുള്ള സ്കാർലറ്റ് സ്പാനറാണ് അകത്തേക്ക് വരുന്നത്. സ്കാർലറ്റ് സ്പാനർ അകത്തേക്ക് വരുന്ന കണ്ടപ്പോൾ സാക്രേ ഗ്രേവ്സും ഒന്ന് നടുങ്ങിയെന്ന് പറയാം. അയാൾ തീരെ പ്രതീക്ഷിച്ചില്ല സ്കാർലറ്റ് അവിടേക്ക് വരുമെന്ന്. സ്കാർലറ്റ് നടന്ന് ഡെസ്റ്റിനടുത്ത് എത്തിയിട്ട് ഡെസ്റ്റിനോട് പറഞ്ഞു, ബ്രദർ, ഇവനെ ഞാനങ്ങ് തീർക്കാം. സ്കാർലറ്റ് എന്ന് പറയുമ്പോൾ സാക്രേ ലേശം ഒന്ന് അന്താളിച്ചിട്ടുണ്ട്. അയക്കെ ഒരിക്കലും ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുമായി ഏറ്റുമുട്ടാൻ പറ്റില്ല. ഏറ്റുമുട്ടി അയാൾ വിജയിച്ചാൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്കാർലറ്റ് സ്പാനറെ കണ്ടപ്പോൾ കേറ്റും ശരിക്കും നടുങ്ങിയിരിക്കുകയാണ്. കേറ്റ് മാത്രമല്ല, ഹാർമൺ കുടുംബം മുഴുവൻ നടുങ്ങിയിട്ടുണ്ട്. ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും സ്കാർലറ്റ് 2 ദിവസം തടവിട്ടിരുന്നതാണ്. ആ ഓർമ്മ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. കേറ്റിന്റെ കണ്ണിൽ ഇപ്പോഴും ആ രംഗം അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ദയാലൻ ഹാർമന്റെ കഴുത്ത് ഒറ്റ വെട്ടിന് സ്കാർലറ്റ് കണ്ടിച്ച ആ നിമിഷം അവരുടെ മനസ്സ് അങ്ങനെ തന്നെ ഉണ്ട്. കേറ്റ് ശരിക്കും വിരണ്ടു എന്ന് പറയാം. ഈ ഡെസൻഡൈസ് ഇത് ആരാ കക്ഷി? അവൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും കേറ്റ് വിരണ്ടിരിക്കുകയാണ്. കേറ്റ് അമ്പരപ്പോടെ സ്കാർലറ്റിനെ നോക്കിയതും ലോർഡ് തേഡിയസ് സ്കാർലറ്റിനോട് പറഞ്ഞു, സ്കാർലറ്റ് സ്പാനർ, നിങ്ങളുടെ അച്ഛനും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. നമ്മൾ തമ്മിൽ ഒരു ശത്രുതയുടെ ആവശ്യമില്ല. അച്ഛനുമായിട്ടുള്ള ബന്ധമൊന്നും ഇവിടെ സൂചിപ്പിക്കണ്ട. ഞാനിവിടെ ഒരു കണക്ക് തീർക്കാൻ എത്തിയതാണ്. അങ്ങനെ സ്കാർലറ്റ് പറഞ്ഞപ്പോൾ ഒരു ശബ്ദം കൂടി കേട്ടു. ഞാനും കൂടെയുണ്ട്. ശബ്ദം കേട്ട് എല്ലാവരും ഒന്നുകൂടെ തിരിയുമ്പോൾ അവർ കാണുന്നത് സ്കാർലറ്റിനെ അതേ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വരുന്നതാണ്. അകത്തേക്ക് വരുന്ന ആളുകളെ പലർക്കും അറിയാം. ഗോഡ് ഓഫ് വാർ ആദം സ്പാനറാണ് അകത്തേക്ക് വന്നത്. സ്റ്റോണിയയിലെ ഏറ്റവും പ്രമുഖമായ കുടുംബമാണ് സ്പാനർ കുടുംബം. ആ കുടുംബത്തിലെ കിടിലൻ കക്ഷികളായ സ്കാർലറ്റ് സ്പാനറും ആദം സ്പാനറും ഒന്നിച്ച് ഇതാ ടൈലറുടെ വിവാഹ നിശ്ചയത്തിന് എത്തിയിരിക്കുകയാണ്. ശരിക്കും ജനം ഞെട്ടിയെന്ന് പറയാം. അവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പിലാണ്.
അവിടെയുള്ള ആ VIP-കളെ വല്ലപ്പോഴും ഒരിക്കൽ TV കണ്ട് പരിചയമാണ് അവർക്കൊക്കെ ഉള്ളത്. ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ, ഗോഡ് ഓഫ് വാർ ആദർ സ്പാനർ, ഗവർണർ ജോർജ് സിനോസ്, പ്രൊട്ടക്ടർ ഓഫ് ഡ്രാഗൺ മാർഷ് ജനറൽ ക്രിസ്റ്റഫർ മറേ, മാജിക് ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ, ഇവരൊക്കെ ഇതാ ഒന്നിച്ച് അവിടെ അണിനിരന്നിരിക്കുകയാണ്. ആ ടീം ഒന്നടങ്കം ടൈലർക്ക് എതിരെ നിൽക്കുകയുമാണ്. ടൈലർ നോക്കി ആഡം സ്പാനർ പറഞ്ഞു, ടൈലർ, എത്രയും പെട്ടെന്ന് നടാഷയെ മോചിപ്പിക്കും. മിസ്റ്റർ ആഡം സ്പാനർ, നിങ്ങൾ ഈ പറയുന്നത് ശരിയായ കാര്യമല്ല. ഇവിടെ അങ്ങനെ ഒരാളെ തടവിലിട്ടിട്ടില്ല. ടൈലർ അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് കേട്ടതും ടൈലറുടെ മുത്തച്ഛൻ ലോർഡ് തേഡിയസ് ആഡം സ്പാനറോട് പറഞ്ഞു, അതെ, ടൈലർ പറയുന്നതാണ് ശരി. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആഡം സ്പാനറോട് ലോർഡ് തേഡിയസ് അത് പറഞ്ഞതും ആഡം സ്പാനർ ടൈലറെയും ആ ടീമിനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, ഞാൻ വളരെ മാന്യമായിട്ടാ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ മിസ് നടാഷയെ ഇവിടെ തടവിലിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. നിങ്ങൾ നടാഷയെ മോചിപ്പിച്ചാൽ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് പിരിയാം. നിങ്ങളത് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലെ അല്ല എൻ്റെ സഹോദരി സ്കാർലറ്റ്. അവൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സ്കാർലറ്റ് സ്പാനർ. സ്കാർലറ്റ് വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇത്രയും നേരം ആരോട് സംസാരിച്ചിരിക്കാൻ സാധാരണഗതിയിൽ സ്കാർലറ്റ് തയ്യാറാവാറില്ല. സ്കാർലറ്റ് പെട്ടെന്ന് അവളുടെ വാളുമായി മുന്നോട്ടൊന്ന് കയറി. സ്കാർലറ്റ് ആ വാള് സാക്രയ്ക്ക് നേരെ ചൂണ്ടി സാക്രയോട് പറഞ്ഞു, ഇനി സംസാരിക്കുന്നത് എന്റെ ഈ വാളായിരിക്കും. അങ്ങനെ സ്കാർലറ്റ് സ്പാനർ പറഞ്ഞ അതേ നിമിഷത്തിൽ പുറത്ത് ഒത്തിരി വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ശബ്ദം കേട്ട് സകലരും പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ടീം അതിവേഗം അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന ആളുകളെ കണ്ടപ്പോൾ ലോർഡ് സെനോസും ക്രിസ്റ്റഫർ മറേയും ഉൾപ്പെടെയുള്ള സകലരും ഒന്ന് അമ്പരുന്നു എന്ന് പറയാം. ആദം സ്പാനറും അതുപോലെ സ്കാർലറ്റ് സ്പാനറും ഒക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ആ ടീം അതിവേഗം അവരെ മറികടന്ന് ടൈലർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ആ ടീമിനെ കണ്ടതും ടൈലർ ഓടി മുന്നോട്ട് വന്നു. അവിടേക്ക് കടന്നു വന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ബൈറോൺ ഐൻസൈഡ് ആണ്. അയാൾക്കൊപ്പമുള്ളത് ഇംപീരിയൽ ആർമിയുടെ തലവൻ ജനറൽ ലൂക്കസ് ബ്രാഡ്ലിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒപ്പം ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ സ്റ്റോണിയിലെ ഡ്യൂക്ക് മാർക്കസ് ഡ്രേക്കിന്റെ മകൻ ആലിസ്റ്റർ ഡ്രേക്കാണ്. ആലിസ്റ്റർ ഡ്രേക്കിന്റെ കുടുംബം ശരിക്കും സ്വാധീനമുള്ള കുടുംബമാണ്. ഇവർക്കൊപ്പം വേറെയും ഉദ്യോഗസ്ഥരുണ്ട്. ആ ടീമിനെ കണ്ടപ്പോൾ എല്ലാ ഭാഗത്തും ഒരു അമ്പരപ്പുണ്ട്. പെട്ടെന്നാണ് ജനറൽ ടൈലർ ഓടി മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് മുന്നിലെത്തിയത്. മാസ്റ്റർ, അങ്ങ് എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് ജനറൽ ടൈലർ തല കുനിച്ച് ആ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് വഴങ്ങിയാണ്. ഡിഫൻസ് മിനിസ്റ്റർ ബൈറോൺ ഐൻസൈഡ് ടൈലറുടെ മാസ്റ്റർ ആണെന്നുള്ള കഥ അപ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത്. തന്റെ ശിഷ്യനെ ചേർത്ത് പിടിച്ച് ബൈറോൺ ഉറക്കെ പറഞ്ഞു, ടൈലർ, നിന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ എവിടെയാണെങ്കിലും ഓടിയെത്തത്തില്ലേ? നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വള ടൈലർക്ക് സംഭാവനയായി കൊടുത്തു. ശരിക്കും രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു വള. ആ വള ബൈറോൺ തന്നെ ടൈലറുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ടൈലർ, ഇപ്പൊ എങ്ങനെയുണ്ട്? മാസ്റ്റർ, അങ്ങ് വന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ ടൈലർ പറഞ്ഞപ്പോ ബൈറോൺ ചുറ്റും ഒന്ന് നോക്കി. ടൈലർ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടതും ലോർഡ് തേഡിയസ് ബൈറോണോട് പറഞ്ഞു, സർ ബൈറോൺ, ഇവരൊക്കെ ടൈലറുടെ വിവാഹത്തെ തടസ്സപ്പെടുത്താനായി എത്തിയിരിക്കുന്നതാണ്. ടൈലറുടെ വിവാഹത്തെ തടസ്സപ്പെടുത്താനോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അങ്ങനെ ബൈറോൺ ചോദിച്ചുകൊണ്ട് ബൈറോൺ സ്കാർലറ്റിന്റെയും ആദമിന്റെയും മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും സ്കാർലറ്റ് ബൈറോണിനോട് പറഞ്ഞു, സർ ബൈറോൺ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. സ്കാർലറ്റ്, ആവശ്യമുള്ള കാര്യമാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ ഈ ടൈലറുടെ വസതിയിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? അതാണ് എന്റെ ചോദ്യം. മിസ്റ്റർ ബൈറോൺ, അതാണ് ഞാനും പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന്. സ്കാർലറ്റ് സ്പാനർ രണ്ട് കേൾപ്പിച്ച സംസാരിക്കുന്നത്. ശരിക്കും അന്തരീക്ഷം ഒന്ന് ചൂടുപിടിക്കുകയാണ്. സ്കാർലറ്റ് അങ്ങനെ പറഞ്ഞതും സ്റ്റോണിയ സിറ്റി മുഴുവൻ കവർ ചെയ്യുന്ന ഇംപീരിയൽ ആർമിയുടെ തലവൻ ലൂക്കസ് ബ്രാഡ്ലി സ്കാർലറ്റിനോട് പറഞ്ഞു, സ്കാർലറ്റ്, നീ ഗോഡസ് ഓഫ് വാർ ആണ്, എന്നെക്കാൾ ഒരു റാങ്ക് മുകളിലാണ് എന്നത് ശരിയുമാണ്. ഞാൻ സെക്കൻഡ് റാങ്ക് ആണ്, നീ ഫസ്റ്റ് റാങ്ക് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് എപ്പോഴും അധികാരം കാണിക്കാൻ ശ്രമിക്കരുത്. ലൂക്കസ്, നീ ഇനി സംസാരിച്ചാൽ നിന്റെ തല ഞാൻ വെട്ടിമാറ്റും. സ്കാർലറ്റിന് പറയാൻ മാത്രമല്ല അങ്ങനെ ചെയ്യാനും കഴിയുമെന്ന് അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്കാർലറ്റ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയത്. ശരിക്കും അതിവേഗതയിലുള്ള സ്കാർലറ്റിന്റെ ആ നീക്കം ലൂക്കസിനെ തെല്ലുന്നല്ല വിറപ്പിച്ചത്.
അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ സ്കാർലറ്റിന്റെ വാള് ബൈറോണിന്റെ കഴുത്തിൽ എത്തിയിരുന്നു. ബൈറോണിന്റെ കഴുത്തിലേക്കാണ് സ്കാർലറ്റ് വാള് കുത്തിപ്പിടിച്ചത്. ആ നിമിഷത്തിൽ ലൂക്കസ് ബ്രാഡ്ലി അയാളുടെ വാള് കൊണ്ട് സ്കാർലറ്റിന്റെ വാളിൽ ആഞ്ഞൊരൊറ്റ വെട്ട്. ആ രണ്ട് വാള് തമ്മിൽ കൂട്ടിമുട്ടിയതും സ്കാർലറ്റ് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. സ്കാർലറ്റിന്റെ കയ്യിൽ ഇപ്പോഴും വാളുണ്ട്, പക്ഷേ ലൂക്കസിന്റെ വാള് അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിരിക്കുകയാണ്. ശരിക്കും ശക്തിയിലെ വ്യത്യാസം അവിടെ ദൃശ്യമാണെന്ന് അർത്ഥം. സ്കാർലറ്റിന് ശരിക്കും ദേഷ്യം വരികയാണ്. സ്കാർലറ്റ് വീണ്ടും വാളുമായി ബൈറോണിന് നേരെ കുതിക്കാൻ പോയതും സക്രിയ ഗ്രേവ്സ് സ്കാർലറ്റിനെ ഒന്ന് തള്ളി. സ്കാർലറ്റ് ഏതാനും അടി പുറകോട്ട് മാറി. ശരിക്കും സ്കാർലറ്റ് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ്. ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ ഗ്രാൻഡ് കുടുംബത്തെ എതിരിടാൻ തീരുമാനിച്ചു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് പിന്നെയും ഒരു ശബ്ദം. ഉറക്കെ ആ ശബ്ദം കേൾക്കുകയാണ്. പ്രിൻസസ് ഈസ് ഹിയർ. ഇതാ ഇവിടെ രാജകുമാരി എത്തിയിരിക്കുന്നു എന്നുള്ള ആ അനൗൺസ്മെന്റ് കേട്ടതും സകല ആളുകളുടെ ശ്രദ്ധ ആ ഗേറ്റിലേക്ക് മാറി. വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പ്രിൻസസ് എത്തിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സകല കണ്ണുകളും ആ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഒരു ടീം അകത്തേക്ക് കയറി വരികയാണ്. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയാണ് ഏറ്റവും മുന്നിൽ. വളരെ മെജസ്റ്റിക് എന്ന് പറയാവുന്ന സ്റ്റെപ്പുകളിലൂടെ ആ സ്ത്രീ മുന്നോട്ട് അങ്ങനെ കയറി വരികയാണ്. ആ സ്ത്രീയെ കണ്ടപ്പോൾ ആ എൻ്റെ സദസ്സും ഞെട്ടിയെന്ന് പറയാം. ബൈറോൺ ഐൻസൈഡും ലൂക്കസ് ബ്രാഡ്ലിയും അതുപോലെ അലിസ്റ്റർ ഡ്യൂക്കും ഒക്കെ മുഖത്തോട് പോയി നോക്കിയാണ്. അവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അമ്പരപ്പോട് നോക്കിയാണ്. അവരെല്ലാം സ്റ്റോഡിയിൽ നിന്ന് വരുന്നതാണല്ലോ. അതേ അമ്പരപ്പ് സാക്ഷാൽ ലോർഡ് തേഡിയസിനും അതുപോലെ സാക്രെ ഗ്രേവ്സിനും ഡെസൻഡൈസിനൊപ്പമുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ലോർഡ് സിനോസും ക്രിസ്റ്റഫർ മറയൊക്കെ അമ്പരപ്പോടെ അങ്ങനെ നോക്കുമ്പോൾ ആ ലേഡിയും അവർക്കൊപ്പമുള്ള ആളുകളും നടന്ന് അവർക്ക് മുന്നിലെത്തി. ഈ കാഴ്ച കണ്ട ഹാർമൺ കുടുംബത്തിലെയും ഗ്രാൻഡ് കുടുംബത്തിലെ ആളുകൾക്ക് സന്തോഷമായി. അകത്തേക്ക് വന്നിരിക്കുന്നത് സാക്ഷാൽ പ്രിൻസസ് എലാരയാണ്. പ്രിൻസസ് എലാര ചക്രവർത്തിയുടെ സഹോദരിയാണ്. ഡ്രാഗൺ മാർഷിന്റെ അവസാന വാക്കായ ചക്രവർത്തിയുടെ സ്വന്തം സഹോദരി പ്രിൻസസ് എലാര ഇതാ അവർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പ്രിൻസസ് എലാരെ കണ്ടപ്പോൾ ശരിക്കും അമ്പരന്ന് പോയ ഹാർമൺ കുടുംബത്തിലെയും ഗ്രാൻഡ് കുടുംബത്തിലെയും ആളുകൾ പരസ്പരം പറയുകയാണ്, ആരാ ഇവരെ ഇൻവൈറ്റ് ചെയ്തത്? ആർക്കാ ഇവരുമായി ബന്ധമുള്ളത്? ഏയ് സംശയിക്കണ്ട, ഇത് സാക്ഷാൽ ബൈറോൺ തന്നെയാണ്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ബൈറോൺ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പ്രിൻസസ് എലാര അവിടെ എത്തിയത്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാജകുടുംബവുമായി ശരിക്കും അടുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ബൈറോൺ ഐൻസൈഡ്. അവരുടെ ആ തോന്നൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ശരിയിൽ ബൈറോൺ ഐൻസൈഡിന് നേരെ പ്രിൻസസ് നടന്നു വരികയാണ്. പ്രിൻസസിനെ കണ്ടതും ബൈറോണും അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ബൈറോൺ ഓടി പ്രിൻസസിന് അടുത്തെത്തിയതും പ്രിൻസസ് കൈ നിവർത്തി ബൈറോണിന്റെ കവിളിൽ ആഞ്ഞൊരൊറ്റയാടി. ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ കവിളിൽ രാജകുമാരി പ്രിൻസസ് എലാര ആഞ്ഞ് അടിക്കുകയാണ്. അടിയേറ്റ് മിനിസ്റ്റർ ശരിക്കും പതറിപ്പോയെന്ന് പറയാം. അയാൾ അമ്പരപ്പോടെ പ്രിൻസസ് എലാരയെ നോക്കി പ്രിൻസസിനോട് ചോദിച്ചു, മൈ ലോർഡ്, എന്തിനാ എന്നെ തല്ലിയത്? മുട്ടുകുത്ത്. അങ്ങനെ പ്രിൻസസ് പറഞ്ഞതും അയാളുടെ മുഖത്ത് അമ്പരപ്പ് കൂടുകയാണ്. അയാൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. കാര്യം അയാൾക്ക് മനസ്സിലായതും പ്രിൻസസ് കൈ നിവർത്തി ഒരു അടി കൂടെ കൊടുത്തു. എന്നിട്ട് വീണ്ടും അയാളോട് പറഞ്ഞു, മുട്ടുകുത്ത്. രണ്ടാമത്തെ അടി കിട്ടിയപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർക്ക് കാര്യം മനസ്സിലായി. അയാൾ പെട്ടെന്ന് മുട്ടുകുത്തി. പ്രിൻസസ് എലാരയുടെ മുന്നിൽ മുട്ടുകുത്തിയ ഡിഫൻസ് മിനിസ്റ്റർ ബൈറോൺ ഐൻസൈഡിനോട് പ്രിൻസസ് എലാര ചോദിച്ചു, ഏയ് ബൈറോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റെന്താണെന്ന് മനസ്സിലായി? ആ ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ബൈറോൺ. ബൈറോണിന് മാത്രമല്ല അവിടെ നിൽക്കുന്ന പലർക്കും ആ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏയ് ബൈറോൺ, നീ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് പ്രിൻസസ് ബൈറോണിന് ഒപ്പമുള്ള ആളുകളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ബൈറോണിനൊപ്പമുള്ള ആളുകൾക്ക് മനസ്സിലായെന്ന് അടുത്ത നിമിഷം നമുക്ക് മനസ്സിലായി. കാരണം അവരൊക്കെ പെട്ടെന്ന് കുനിയാണ്. കുനിഞ്ഞ് അവരുടെയൊക്കെ മുട്ടുകാൽ തറയിലിടിച്ചു. ബൈറോണിനൊപ്പം ആലിസ്റ്റർ ഡ്യൂക്കും അതുപോലെ ഇംപീരിയൽ ആർമിയുടെ ആ തലവൻ ലൂക്കസ് ബ്രാഡ്ലി ഒക്കെ പെട്ടെന്ന് മുട്ടുകുത്തി. അവർ 3 പേരും മുട്ടുകുത്തിയപ്പോൾ സ്വാഭാവികമായും അവർക്കൊപ്പമുള്ള ആളുകളും അതിനോടൊപ്പം ലോർഡ് തേഡിയസും സാക്രെ ഗ്രേവ്സും ഒക്കെ മുട്ടുകുത്തുകയാണ്. പറ ആളുകൾ മുട്ടുകുത്തി തുടങ്ങി. ഗ്രാൻഡ് കുടുംബത്തിലെ ഹാർമൺ കുടുംബത്തിലെ ആളുകളൊക്കെ മുട്ടുകുത്തുകയാണ്. അവരെങ്ങനെ മുട്ടുകുത്തുന്നത് കണ്ടതും പ്രിൻസസ് എലാര അവരുടെ അടുത്തുനിന്ന് തിരിഞ്ഞ് നടക്കുകയാണ്. സകലരും ശ്വാസം പിടിച്ച കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കി പ്രിൻസസ് എലാര നടന്ന് ഡെസൻഡൈസിന്റെ മുന്നിലെത്തി. ഹേയ് ലോഗൻ, നിന്നെ കണ്ടിട്ട് ഒരുപാട് വർഷമായല്ലോ, നിനക്ക് സുഖമാണോ മോനെ? ആ ചോദ്യം കേട്ടതും ഡെസൻ ഇളാരോട് പറഞ്ഞു, ഇളയമ്മ, ഞാൻ സുഖമായിരിക്കുന്നു, അവിടേക്കും സുഖമല്ലേ? ഏയ് ലോഗൻ, നീ ആകെ മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പ്രിൻസസ് എലാര തിരിഞ്ഞ്
അവർക്കൊപ്പം വന്ന ഒരു ചെറുപ്പക്കാരനെ നേരെ നോക്കി. തോറിയൻ, ഇതാരെന്നറിയാവോ? പ്രിൻസസ് എലാരയ്ക്കൊപ്പം വന്ന ആ ചെറുപ്പക്കാരൻ. അപ്പോഴാണ് പ്രിൻസസ് എലാര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കൃത്യമായി കാണുന്നത്. അത് കണ്ടതും തോറിയൻ എന്ന് വിളിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ഓടി ഡസ്റ്റിന് മുന്നിൽ വന്നു. ഡസ്റ്റിനടുത്തെത്തിയ തോറിയൻ പെട്ടെന്ന് ഡസ്റ്റിനെ കെട്ടിപ്പിടിക്കുന്നത്. ചേട്ടാ അങ്ങനെ വിളിച്ചുകൊണ്ട് തോറിയൻ ഡസ്റ്റിനെ ആഞ്ഞു പുണരുകയാണ്. ചേട്ടാ ചേട്ടാ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? ചേട്ടൻ എവിടെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ലേ? ചേട്ടൻ എത്ര വർഷമായി എന്നെ വിട്ടുപോയിട്ട്? ചേട്ടാ ചേട്ടാ എന്തായി കാണിച്ചത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് തോറിയൻ കരഞ്ഞു തുടങ്ങി. ശരിക്കും കൊച്ചുകുട്ടികൾ കരയും പോലെ തോറിയൻ ഡസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങിയതും ഡസ്റ്റിൻ തോറിയനോട് പറഞ്ഞു, തോറിയൻ, നീ കൊച്ചുകുട്ടിയല്ല ഇങ്ങനെ കരയാൻ. അങ്ങനെ തോറിയനോട് ഡസ്റ്റിൻ പറഞ്ഞതും തോറിയൻ ഡസ്റ്റിന്റെ പുറത്തുനിന്ന് കൈയെടുത്തു. ഡസ്റ്റിനെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് തോറിയൻ ഒന്ന് തിരിഞ്ഞ് ആളുകളെ നോക്കി. അയാൾ അതിവേഗം അവിടെ മുട്ടുകുത്തി നിൽക്കുന്ന മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ബൈറോൺ ഐൻസൈഡിന് അടുത്തേക്ക് വന്നു. മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ബൈറോൺ ഐൻസൈഡ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറെ ദൂരെയാണ് ഡസ്റ്റിൻ റൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിനോട് പ്രിൻസസ് എലാര എന്താണ് സംസാരിച്ചെന്ന് അവർ കേട്ടിട്ടില്ല. ഡസ്റ്റിനടുത്തേക്ക് പ്രിൻസസ് എലാര എന്തിനാണ് പോയെന്നും അവർക്ക് അറിയത്തില്ല. എന്നാൽ തോറിയൻ നടന്ന് ഐൻസൈഡിന്റെ അടുത്തെത്തിയതും അയാൾ കാലുയർത്തി ബൈറോണ് ഒറ്റ ചവിട്ട്. ഡിഫൻസ് മിനിസ്റ്റർ പുറത്ത് തോറിയൻ ആഞ്ഞ് ചവിട്ടിയതും ശരിക്കും ജനം ഞെട്ടിയെന്ന് പറയാം. അപ്രതീക്ഷിതം എന്നല്ലാതെ ആ ചവിട്ടിനെ മറ്റൊന്നുകൊണ്ടും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ചവിട്ടേറ്റ് ബൈറോൺ താഴേക്ക് വീണു. താഴേക്ക് വീണ ബൈറോണ് വീണ്ടും ആഞ്ഞ് ചവിട്ടിട്ട് തോറിയൻ ബൈറോണോട് ചോദിച്ചു, ബൈറോൺ, നീ ആരെയാ എതിർത്തെന്നറിയാവോ? മൈലോഡ്, എനിക്കറിയില്ല, ആരെയാണ്? ബൈറോൺ, നീ എതിർത്തത് എന്റെ ചേട്ടൻ സാക്ഷാൽ കിരൺ ലോഗൻ റൈസിനെയാണ്. കിരൺ ലോഗൻ റൈസ് എന്ന പദം തോറിയന്റെ വായിൽ നിന്ന് വീണതും ആ സ്റ്റോണിയൻ നിവാസികളായ ആളുകളൊക്കെ ശരിക്കും നടുങ്ങുന്നത് വളരെ വളരെ വിസിബിൾ ആണ്. അവർ ശരിക്കും ഞെട്ടിത്തെറിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ഇമ്പീരിയൽ ആർമിയുടെ തലവൻ തോറിയോട് ചോദിച്ചു പോകുന്നത്, കിരൺ 10 കൊല്ലം മുമ്പ് മരിച്ചതല്ലേ? എന്റെ ചേട്ടൻ മരിക്കാനോ? എന്റെ ചേട്ടനാണ് ആ നിൽക്കുന്നത്. ഡസ്റ്റിൻ റൈസിനെ ചൂണ്ടി തോറിയൻ വീണ്ടും അത് ആവർത്തിച്ചതും ശരിക്കും തങ്ങൾ പെട്ടുവെന്ന് ആ സ്റ്റോണി തോന്നുന്ന ആളുകൾക്ക് ആ നിമിഷമാണ് മനസ്സിലാകുന്നത്. അവരെതിർത്തത് മറ്റാരെയുമല്ല, സാക്ഷാൽ കിരൺ ലോഗൻ റൈസിനെയാണ്. ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നതും തോറിയൻ ഉറക്കെ അവരോട് പറഞ്ഞു, അത് എന്റെ ജ്യേഷ്ഠൻ ലോഗൻ റൈസ് നാളെ വെസ്റ്റ് ലുക്കോസിയുടെ രാജാവാകേണ്ട ആളാണ്. യുവരാജാവായ ലോഗൻ റൈസിനെയാണ് നിങ്ങൾ എല്ലാവരും എതിർത്തത്. 6 ലക്ഷത്തിലധികം സൈന്യത്തെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ വെസ്റ്റ് ലുക്കോസിയുടെ രാജാവ് റൂഫസ് റൈസിന്റെ മകൻ ലോഗൻ റൈസിനെയാണ് തങ്ങൾ എതിർത്തിരിക്കുന്നത്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ആ മുട്ടുകുത്തി നിൽക്കുന്ന ആളുകളുടെ തല ഓട്ടോമാറ്റിക്കായിട്ട് തറയിലേക്ക് വരികയാണ്. അവർ അറിയാതെ തറയിൽ തല ഇടിച്ചു പോവുകയാണ്. കേറ്റും ടെയ്ലറും ഏതാണ്ട് നിശ്ചലരായി നിൽക്കുകയാണ്. ഡസ്റ്റിൻ റൈസ് ലോഗൻ റൈസ് ആണെന്നുള്ള കാര്യം അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. കിരൺ ഒരു സാങ്കല്പിക ജീവിയാണ്. ഡ്രാഗന്റെയും സിംഹത്തിന്റെയും കുതിരയുടെയും രൂപങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സാങ്കല്പിക ജീവിയാണ് കിരൺ. ആ കിരണിന്റെ ചിത്രമാണ് ലോഗൻ റൈസിന്റെ മുതുകിൽ വരച്ച് ചേർത്തിരിക്കുന്നത്, ഒരു ടാറ്റു പോലെ. കിരൺ എന്നാണ് ഡസ്റ്റിൻ റൈസിനെ അന്ന് എല്ലാവരും വിളിച്ചിരുന്നത്. കിരൺ എന്ന് വിളിച്ചിരുന്ന ആ ലോഗൻ റൈസ് ആ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത ടെററായിരുന്നു. 15 വയസ്സ് പ്രായത്തിനിടയിൽ ലോഗൻ റൈസ് പങ്കെടുത്തിട്ടുള്ള എല്ലാ മാർഷൽ കോമ്പറ്റീഷനുകളും ലോഗൻ റൈസ് വിജയിച്ചിട്ടുണ്ട്. ലോഗനുമായി കമ്പയർ ചെയ്യാൻ സ്പാനർ കുടുംബത്തിലെ സ്കാർലറ്റിനോ ആഥമിനോ ഒരിക്കലും പറ്റത്തില്ല. ലോഗൻ അവരെക്കാളൊക്കെ വളരെ വളരെ മുകളിലായിരുന്നു. ആ ലോഗനെയാണ് ഇപ്പൊ ഇത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസും ഇമ്പീരിയൽ ആർമിയുടെ തലവനൊക്കെ എതിർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കഥ ഇപ്പോ അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് അവർ ഒന്നടങ്കം ലോഗനോട് പറഞ്ഞു, ലോഗൻ പ്ലീസ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയാതെ അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണം. അങ്ങനെ അവർ പറഞ്ഞതും തോറിയൻ ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ബ്രദർ, ഇവരെ മുഴുവൻ കൊല്ലാനുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ. തോറിയൻ, ബൈറോൺ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മിസ്റ്റർ ബൈറോൺ, ലോർഡ് ഡസ്റ്റിൻ പറഞ്ഞാലും മിസ്റ്റർ ബൈറോൺ, എന്റെ ഗേൾ ഫ്രണ്ടിനെ ഇവിടെ ഇവർ തടവിലാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മിനിസ്റ്റർ ഓഫ് ഡിഫൻസിനോട് ഡസ്റ്റിൻ റൈസ് ആ ചോദ്യം ചോദിച്ചതും ബൈറോൺ ഐൻസൈഡ് ചാടി എണീറ്റ് ഗ്രാൻഡ് കുടുംബത്തിലെ ആളുകളോട് ചോദിച്ചു, എവിടെ പ്രിൻസസ്? ഡസ്റ്റിൻ റൈസ് രാജകുമാരനാണ്. ഡസ്റ്റിൻ റൈസ് വിവാഹം കഴിക്കാൻ പോകുന്ന ആള് നിയുക്ത രാജകുമാരിയാണ്. ആ നിയുക്ത രാജകുമാരി എവിടെ എന്നുള്ള ബൈറോണിന്റെ ചോദ്യം കേട്ടതും ഗ്രാൻഡ് കുടുംബക്കാർ പരസ്പരം നോക്കുകയാണ്. ഗ്രാൻഡ് കുടുംബക്കാർ പരസ്പരം നോക്കിയിട്ട് ഉറക്കെ ബൈറോണിനോട് പറഞ്ഞു, സർ ക്ഷമിക്കണം, ഞങ്ങൾക്കറിയത്തില്ല, ഈ ഹാർമൺ കുടുംബക്കാരാണ് അതൊക്കെ ചെയ്തത്. പെട്ടെന്ന് സകലരുടെയും നോട്ടം ഹാർമൺ കുടുംബത്തിന് നേരെയായി. ഹാർമൺ കുടുംബത്തോടായി ബൈറോൺ ചോദിച്ചു, എവിടെ
പ്രിൻസസ് കൺസോർട്ട് നിയുക്ത രാജകുമാരി നടാഷ ഹാർമൺ എവിടെയെന്നുള്ള ബൈറോണിന്റെ ചോദ്യം ഹാർമൺ കുടുംബത്തോടായതും സകല കണ്ണുകളും അവസാനം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ ആള് സാക്ഷാൽ കെയ്റ്റ് ഹാർമൺ ആണ്. കെയ്റ്റിന്റെ കാൽ മുതൽ തല വരെ വിറയ്ക്കുകയാണെന്ന് പറയാം. ഭയന്നുപോയ കെയ്റ്റ് അവരോട് പറഞ്ഞു, നടാഷ അവർ സീക്രട്ട് ചേംബറിലുണ്ടെന്ന് കെയ്റ്റ് പറഞ്ഞതും ബൈറോണും അയാൾക്കൊപ്പമുള്ള ടീമും അതിവേഗം ആ സീക്രട്ട് ചേംബർ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അവരെ അത് കാണിച്ചു കൊടുക്കാനായി ഗ്രാൻഡ് കുടുംബത്തിലെ ആളുകൾ തന്നെ കൂടെ പോയിരിക്കുകയാണ്. ഈ സമയത്ത് ഡെസൻഡൈസ് അവിടെ കൂടിയിരിക്കുന്ന ഹാർമൺ കുടുംബത്തിലെയും ഗ്രാൻഡ് കുടുംബത്തിലെയും ആളുകളെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നോക്ക്, നടാഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഉണ്ടാകില്ല. ഡെസൻഡൈസ് ആ വാക്ക് പറഞ്ഞതും ഒരു പൂർണ്ണ നിശബ്ദത ആ എൻ്റെ സദസ്സിൽ ഉണ്ടായിട്ടുണ്ട്. സകലരും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നടാഷയ്ക്ക് ഒന്നും സംഭവിക്കരുതേ എന്നാണ് സകലരുടെയും പ്രാർത്ഥന. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ സീക്രട്ട് ചേംബറിൽ നിന്ന് 2 പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. നടാഷയുടെ അഴിഞ്ഞുപോയ ഡ്രസ്സൊക്കെ ശരിക്കും ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ബൈറോൺ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നടാഷയെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കാരണവശാലും ഡെസൻഡൈസിന് ദേഷ്യം തോന്നരുതെന്ന് ബൈറന് നിർബന്ധമുണ്ടെന്ന് അർത്ഥം. നടാഷയ്ക്കൊപ്പം റൂത്തിനെ കണ്ടപ്പോൾ ശരിക്കും കോൺലിയസും ഡെസ്റ്റും ഒക്കെ ഭയങ്കര അതിശയം തോന്നുകയാണ്. രണ്ടുപേരെയും ഒരുമിച്ച തടവിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, രണ്ടുപേരും അബോധാവസ്ഥയിലാണ്. നടാഷ ഹാർമണയും റൂത്ത് ഹാർമണയെ ആക്രമിച്ച വ്യക്തി അവരുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടത് ശരിക്കും കൊടിയ മയക്കുമരുന്നാണ്. അതിന്റെ ഫലം കുറെ നേരത്തേക്ക് അവർക്ക് രണ്ടുപേർക്ക് ബോധമുണ്ടാവില്ലെന്നാണ്. അവർ രണ്ടുപേരെയും പെട്ടെന്ന് വാഹനത്തിലേക്ക് കയറ്റാൻ ഡസൻ നിർദ്ദേശം കൊടുത്തു. ഡസൻ റൈസും ടീമും അന്വേഷിച്ചു വന്ന കാര്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോ കാര്യങ്ങളൊക്കെ ഭംഗിയായി. അത് മനസ്സിലാക്കിയ ടൈലറുടെ ഗ്രാൻഡ്പ ലോർഡ് തേഡിയസ് ഡസ്റ്റോട് പറഞ്ഞു, ലോർഡ് ഡസ്റ്റൻ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അങ്ങ് ചോദിച്ചത് വിട്ടു തന്നിരിക്കുകയാണ്. മിസ്റ്റർ തേഡിയസ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇവിടെ നടാഷയുടെ അച്ഛൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതിന് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. നടാഷയുടെ അച്ഛന്റെ മരണത്തിന് ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ഡസൻ റൈസ് പറഞ്ഞതും സകല ആളുകളുടെയും നോട്ടം ആത്യന്തികമായി കെയ്റ്റിലേക്ക് എത്തി. കെയ്റ്റ് ഉടൻ കരഞ്ഞുകൊണ്ട് ഹാർമൺ കുടുംബത്തോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഇതിനകത്ത് പങ്കാളിയല്ല. ഏയ് കെയ്റ്റ്, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. കെയ്റ്റ് അത് കേട്ടതും ടൈലർക്ക് നേരെ തിരിഞ്ഞു. ടൈലർ, പ്ലീസ് എന്നെ രക്ഷിക്കണം. നോക്ക് കെയ്റ്റ്, ഞാൻ നിന്നോട് നടാഷയെ പിടികൂടാനോ ഹെക്ടർ പിടികൂടാനോ ആവശ്യപ്പെട്ടിട്ടില്ല. നീ സ്വയം വരുത്തി വെച്ച തെറ്റിന് എന്ത് ശിക്ഷയാണെങ്കിലും നീ തന്നെ അനുഭവിക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാൾ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇന്ന് അവിടെ സംഭവിച്ചതിനൊക്കെ കാരണക്കാരി കെയ്റ്റ് ആണെന്ന് ടൈലർക്ക് അറിയാം. ടൈലർ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ അപമാനിക്കപ്പെടുന്നത്. ടൈലർ തന്നെ കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കെയ്റ്റ് അവരെപ്പോടെ ഹാർമൺ കുടുംബത്തിലെ ആളുകളെ മാറി നോക്കിയിട്ട് ഉറക്കെ അവരോടായി പറഞ്ഞു, ഈ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അച്ഛനാണ്. ട്രെൻഡിനെ ചൂണ്ടി കെയ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ട്രെൻഡ് ഞെട്ടിപ്പോവുകയാണ്. ട്രെൻഡിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചത് കെയ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതാണ് ശരി. പക്ഷെ ഇപ്പോ സമയമായപ്പോ കെയ്റ്റ് അത് തിരുത്തി പറയുകയാണ്. ഞെട്ടിപ്പോയ ട്രെൻഡ് കെയ്റ്റിനോട് ചോദിച്ചു, മോളെ നീ അച്ഛന് ശരിക്കും പ്രായമായില്ലേ അച്ഛ? ഞാൻ ചെറുപ്പമല്ലേ അച്ഛ? എനിക്ക് ഒരുപാട് നാൾ നീ ജീവിച്ചിരിക്കണം അച്ഛ പ്ലീസ് അച്ഛ. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ട്രെൻഡിനടുത്തിരിക്കുകയായിരുന്ന ഹാർമൺ കുടുംബാംഗങ്ങൾ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, സകലതും പ്ലാൻ ചെയ്തത് നീയാണ്. എന്നിട്ട് നീ ഹാർമൺ കുടുംബത്തിന്റെ ഹെഡായ ട്രെൻഡിന് മുകളിൽ കൊണ്ട് കാര്യങ്ങൾ വെക്കുകയാണ്. കെയ്റ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹാർമൺ കുടുംബാംഗങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതും കെയ്റ്റ് പിന്നെയും ട്രെൻഡിനോട് പറഞ്ഞു, അച്ഛ പ്ലീസ് എന്നെ രക്ഷിക്കണം അച്ഛ ജീവിച്ചെനിക്ക് കൊതു തന്നിട്ട് അച്ഛ, ഞാൻ വളരെ കുഞ്ഞല്ലേ അച്ഛ. തന്റെ ഒരേ ഒരു മകൾ അങ്ങനെ കരഞ്ഞു പറയുന്ന കേട്ടതും ട്രെൻഡ് അവിടെ ഡസൻ നീക്കിയിട്ടിരുന്ന ആ കത്തി കയ്യിലെടുത്തു. ഡസൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു. ഹെക്ടറുടെ കൊലപാതകത്തിന് ആരാണ് കാരണമെന്ന് കണ്ടെത്തി അയാൾ സ്വയം മരണം വരിക്കണമെന്നാണ് ഡസൻ ആവശ്യപ്പെട്ടത്. അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹാർമൺ കുടുംബാംഗമായാലും ഗ്രാൻഡ് കുടുംബമായാലും അവർ രണ്ടിനെ ഇല്ലാതാക്കുമെന്ന് ഡസൻ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ആ കാര്യം പറഞ്ഞിട്ടാണ് ഡസൻ കത്തി അങ്ങോട്ട് നീക്കിയിട്ടത്. ആ കത്തിയാണ് ഇപ്പോൾ ട്രെൻഡ് കയ്യിലെടുത്തത്. ട്രെൻഡ് കത്തി കയ്യിലെടുത്തിട്ട് കെയ്റ്റിനോടായി പറഞ്ഞു, കെയ്റ്റ്, ഇനിയെങ്കിലും നീ ശ്രദ്ധിച്ച് ജീവിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ട്രെൻഡ് അയാളുടെ കത്തി അയാളുടെ കഴുത്തിലേക്ക് ആഞ്ഞൊന്ന് വീശി. ഒരൊറ്റ വെട്ടിന് ട്രെൻഡ് സ്വന്തം കഴുത്ത് കണ്ടിച്ചു എന്ന് പറയാം. ശരിക്കും ഹാർമൺ കുടുംബാംഗങ്ങളും ബാക്കി കാണികളും ഒക്കെ ഒരു നിമിഷം നിശബ്ദരായി സ്തംഭിച്ച് ആ കാഴ്ച കണ്ടു. സാക്ഷാൽ ട്രെൻഡ് ഹാർമൺ കഴുത്തറ്റ് താഴേക്ക് വീണു. സാക്ഷാൽ ഹെക്ടർ ഹാർമണെ ആ കുടുംബത്തിന്റെ തലപ്പത്ത് നിന്ന് വലിച്ചിറക്കി ആ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് അടക്കാൻ ട്രെൻഡ് ശ്രമിച്ച ആ നിമിഷം മുതലാണ് സകല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോ അയാൾക്ക് സ്വന്തം ജീവൻ വരെ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ട്രെൻഡ് താഴെ വീണ് നിശ്ചലമായതും കെയ്റ്റ്
ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ കണ്ടില്ലേ, സകല കുറ്റങ്ങളും ചെയ്ത ആള് ദാ മരിച്ചു കഴിഞ്ഞു, സ്വയം മരിച്ചു കഴിഞ്ഞു. ഹേയ് കേറ്റ്, നീ എന്തായി പറഞ്ഞു വരുന്നത്? ഈ കുറ്റങ്ങളിലൊന്നും നിനക്ക് പങ്കില്ല എന്നാണോ? നീ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു, അപ്പോഴൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ നീ ഈ കാണിച്ചത് സകല സീമകളും ലംഘിക്കുന്ന ഒന്നാണ്. അതിന് ശിക്ഷയുണ്ട്. ഡസൻ നേരത്തെ പറഞ്ഞതോ? കേറ്റ്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. നിന്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നിനക്ക് സ്വയം മരണത്തെ തേടി പിടിക്കാം, അല്ലെങ്കിൽ നിനക്ക് ജയിലിലേക്ക് പോകാം. ആ ജയില് അസ്കബാനാണ്, ബ്ലാക്ക് പ്രിസൺ. സ്വയം മരിക്കാൻ അവൾക്ക് ഒരു അവസരം ഡസൻ റൈസ് കൊടുത്തു. പക്ഷേ അത് കേട്ടതും അവൾ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ പ്ലീസ് എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം. പക്ഷെ അതിനൊപ്പം ഡസ്റ്റൻ പറഞ്ഞ പേരും അവളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുകയാണ്. അസ്കബാൻ, ബ്ലാക്ക് പ്രിസൺ. ഇരുട്ടിന്റെ തടവറ എന്നറിയപ്പെടുന്ന അസ്കബാനിൽ ചെന്നുപെടുന്ന ആരും സാധാരണഗതിയിൽ പുറത്തു വരാറില്ല. ആ കാര്യം കേറ്റ് ഹാർമൺ അറിയാം. അവൾ കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്, പ്ലീസ് എന്നെ രക്ഷിക്കണം പ്ലീസ്. അങ്ങനെ കേറ്റ് കരഞ്ഞു പറഞ്ഞപ്പോ ഡസൻ റൈസ് കൂടെയുള്ള ആളുകൾക്ക് ആജ്ഞ കൊടുത്തു, അവളെ അറസ്റ്റ് ചെയ്യും. കേറ്റ് ഹാർമണിനെ ആ ഗാർഡുകൾ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും അവൾ അലറി കരയുന്നുണ്ട്. അന്ന് അവളുടെ വിവാഹ നിശ്ചയ ദിവസം അവൾ ഇതാ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിതകാലം മുഴുവൻ അവൾ ആ ബ്ലാക്ക് പ്രിസണകത്ത് തടവുകാരായി കഴിയണം. മരിച്ച് ഡെഡ് ബോഡിയായി മാത്രമേ അവൾക്കിനി ബ്ലാക്ക് പ്രിസണിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് VS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.